ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് ഈശോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു വചനം യേശു എനിക്ക് നൽകി. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വിഷമിച്ചിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ ഒരു അനുഗ്രഹമായിരിക്കും. ഈ വചനത്തെ സ്വീകരിക്കുക. തോബത്ത് 7:17, കുഞ്ഞെ ധൈര്യമായിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ദൈവം നമ്മുടെ അപ്പനാണ്. നമ്മുടെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന അവിടുന്ന് നമ്മുടെ മാതാവും പിതാവും എല്ലാമാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ സഹോദരനാന്ന് വരാൻ പറയുന്നുണ്ട്. എല്ലാമാണ് നമ്മുടെ ദൈവം. ആ ദൈവം എന്ന് നിന്നെ വിളിക്കുവാണ് കേട്ടോ. കുഞ്ഞേ കുഞ്ഞേ ധൈര്യമായിരിക്കുക. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും. കണ്ടോ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും. കർത്താവ് നിന്റെ ദുഃഖങ്ങൾ അകറ്റും. ചിലപ്പം ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ആരോപണ വിധേയയായി ചിലപ്പോൾ വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ട് വിഷമിച്ച് പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ആ വേദനകളൊക്കെ ഇന്ന് ഈശോയുടെ സന്നിധിയിൽ ഒന്ന് ഇറക്കി വെച്ച്, ആരും പറയാനില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വേണമെങ്കിൽ അത് വേണേൽ ടൈപ്പ് ചെയ്തിട്ടും കുറേ ആൾക്കാർ പ്രാർത്ഥിക്കും. കർത്താവ് നമുക്ക് തുണയായിട്ടുണ്ട്. ഈ വചനം നമുക്ക് വലിയ ധൈര്യം നൽകുവാണ്. കുഞ്ഞെ ധൈര്യമായിരിക്കുക. ലോകവും മനുഷ്യരും ചുറ്റുമുള്ളവരും ഒക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ നിനക്ക് അനുകൂലമായി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം നിനക്ക് നൽകുന്ന ഒരു ധൈര്യമുണ്ടല്ലോ. പണ്ട് ദാവീദിനെ വീട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാവരും ഒറ്റപ്പെടുത്തിയ സമയത്ത് വചനത്തിൽ നമ്മൾ കാണുന്നു, സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, ഹി സ്ട്രെങ്തൻഡ് ഹിംസെൽഫ് ആൻഡ് ഹി ഹാഡ് ദാറ്റ് പവർ ഫ്രം വിത്തിൻ ഹിം. ഉള്ളിൽ നിന്ന് തന്നെ ഒരു പവർ ദാവീദിനെ ശക്തിപ്പെടുത്തുമായിരുന്നു. ആ പവർ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? അത് ദൈവം നിങ്ങളുടെ കൂടെ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന പവറാണ്. ഇല്ലെങ്കിൽ ഇവിടം വരെ എത്താൻ പറ്റുമോ? എത്രയോ തവണ അല്ലേ നിരാശപ്പെട്ട് വിഷമിച്ച്, ചിലപ്പം മക്കളാകാം, വീട്ടിലുള്ളവരാകാം, ബന്ധുമിത്രാദികളാകാം, ഇവരുമൊക്കെ കളിയാക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തപ്പം തകർന്നു പോയില്ലേ? പുറത്തായൊന്നും കാണിക്കാതെ പിടിച്ചു നിർത്തിയതാരാ? ഈ ദൈവമാണ്. ആ ദൈവം ഇന്ന് ഈ മെസ്സേജ് നൽകുക. കുഞ്ഞെ ധൈര്യമായിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് 70 വയസ്സ് കാണും, 60 വയസ്സ് കാണും. പക്ഷെ ദൈവത്തിന് വേണ്ടി നമ്മളെല്ലാവരും പിള്ളേരാ അല്ലേ? കുഞ്ഞെ ധൈര്യമായിരിക്കുക. സ്വർഗത്തിലെ ഭൂമിയുടെ കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമാക്കും. ഒരുപാട് ഒറ്റപ്പെട്ടു പോയ ഒരു പിതാവ് ഒരിക്കൽ ഒരു വചനം ഇങ്ങനെ പങ്കുവെക്കും. ആ മനുഷ്യൻ നിഷ്കളങ്കമായ ഒരു ശിശുവിനെ പോലെ അത് ഏറ്റെടുത്തു. മക്കളാൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യനായിരുന്നു. വിദേശത്തുള്ള മക്കൾ പരിഗണിക്കുന്ന പോലും, വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഒറ്റപ്പെട്ടു പോയി. മാസങ്ങളായിട്ട് വിദേശത്തുള്ള മക്കള് വിളിക്കാത്ത ഒരപ്പൻ തകർന്നിരിക്കുവാണ്. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല, നാട്ടുകാരുടെ മുമ്പിൽ അയാൾക്കെല്ലാം ഉണ്ട്. പക്ഷെ ആള് ആത്മഹത്യയുടെ വക്കിലും നിരാശയിലും ഭയങ്കര ഡിപ്രഷനാണ്, ഭയങ്കര വിഷമമാണ്. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലൂടെ മനുഷ്യൻ ഒറ്റപ്പെട്ട് സംസാരിക്കാൻ പോലും ആരുമില്ല. അപ്പം ഇങ്ങനെ വചനമൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു വചനം ദൈവം ഇങ്ങനെ നൽകിയപ്പോൾ അതിനെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ വചനത്തിലൂടെ ആൾക്ക് അനുഭവിക്കാൻ പറ്റി. അന്ന് വൈകിട്ട് ആളുടെ മോള് വിളിച്ചു, മാസങ്ങൾക്ക് ശേഷം കരഞ്ഞുകൊണ്ടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ആ തിരക്കായിരുന്നു, ഈ തിരക്കായിരുന്നു, പിള്ളേർക്ക് അങ്ങനെ കാര്യം ഉണ്ടായിരുന്നു, ഇതുകൊണ്ട് ആ വിളിക്കാത്തതൊക്കെ പറഞ്ഞു. 1 മാസമായിട്ട് വിളിക്കാത്ത മക്കള് വിളിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അതാണ് വചനത്തിൻ്റെ ശക്തി. വെൻ യു റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ കൺസൊലേഷൻ പവർ ഓഫ് ഹിസ് വേർഡ്, വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് വിൽ ബി മിറക്കിൾ. കർത്താവിൻ്റെ വചനം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും അല്ലേ? ഷെറിൻസ് കറിയ, റോയ് ജോസഫ്, ബിനീഷ്, അൽഫോൻസ ജോയ്, ഡെക്കി ജിൻഡോ, നിസ ലൈജു, നിസേൻ്റെ വിശേഷം, ബിനു മണവാളൻ, യേശുവേ ആരാധന. ബിനുവൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് ഇങ്ങനെ സന്ദേശങ്ങൾ പങ്കുവെക്കുക, ഇതിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. എല്ലാവർക്കുമായിട്ട് ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഇവിടെ വചനത്തിൽ നമ്മൾ കാണുന്ന കുഞ്ഞെ ധൈര്യമായിരിക്കുക. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷം. അപ്പം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കടന്നുപോയ ദുഃഖങ്ങളുണ്ടല്ലോ, ആ ദുഃഖങ്ങളെ ദൈവം അകറ്റുവാണ്. അതാണ് ഈ വചനത്തിൻ്റെ ഒരു പൊരുൾ. നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്ന ആ ദുഃഖങ്ങളെ, ആ ദുഃഖത്തിൻ്റെ സീസണെ ദൈവം സ്റ്റോപ്പ് ചെയ്യുകയാണ്, എൻഡ് ചെയ്യുകയാണ്. നൗ ദ ടൈം ഫോർ ഗ്രേറ്റർ ബ്ലെസ്സിങ്സ്, മച്ച് മോർ. ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ ചില നന്മകളുടെ ഒരു പുതിയ സീസണിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പം ആ ഒരു സീസണായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ സീസൺ ഇന്ന് തുടങ്ങുവാണ്. കുഞ്ഞെ ധൈര്യമായിരിക്കുക. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കും. നിസ ലൈജുവിൻ്റെ മോള് പഠന വിഷയത്തിൽ വലിയ ഭാരപ്പെട്ടിരുന്ന സമയത്ത് ലോകപരമായിട്ട് ആ കുഞ്ഞിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ കേൾക്കുന്ന വചനത്തെ, കർത്താവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നിസ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം.
അപ്പം നമ്മൾ ചിന്തിക്കും നമ്മുടെ മക്കൾക്ക് നമ്മുടെ ബുദ്ധിയുടെ അത്രയൊക്കെ ലെവലുള്ളൂ അല്ലേ? പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിന് അവരെ സമർപ്പിച്ച് വചനത്തിൻ്റെ ശക്തിയിൽ അവരെ ബ്ലെസ് ചെയ്യുമ്പോണ്ടല്ലോ, ബുദ്ധി പ്രകാശിക്കും. ലോകത്തിന് മുൻപിൽ അത്ഭുതമാക്കി ദൈവം നിർത്തും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ബുദ്ധി പ്രകാശിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വലിയ സംഭവങ്ങൾ, വലിയ കാര്യങ്ങൾ ദൈവം ആ മക്കളിലൂടെ ചെയ്യും. ഇന്ന് ലോകത്ത് വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ സയൻറ്റിസ്റ്റുമാരുടെയൊക്കെ പേരൻസ് 90% അബോവ് ദേ ആർ ക്രിസ്ത്യൻ ബിലീവേഴ്സ്. സാധാരണ മനുഷ്യരായിരുന്നു. പള്ളിയിൽ പോകുന്നു, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും ജനിച്ച ആ മക്കളെ അവരന്നൊന്നും ഇതുപോലെ TV ഇന്റർനെറ്റൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഈ മനുഷ്യരിലൂടെയാണല്ലോ ഈ റവല്യൂഷൻ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായത്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോൺ അടക്കം സകല സംഭവങ്ങളും. ആ വീടുകളിലൊക്കെ സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും വചനങ്ങളും ഒക്കെ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഭവനത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്ന് പുറത്തു വന്നവരാണ് ലോകത്തിന് അനുഗ്രഹമായ കണ്ടുപിടുത്തങ്ങൾ നൽകിയത്. അത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസ്, അബ്രാഹത്തിന് കൊടുത്തൊരു പ്രോമിസ്. അബ്രാഹമേ, നിന്നിലൂടെ ഭൂമുഖത്തെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അബ്രാഹത്തിന് കൊടുത്ത അതേ അനുഗ്രഹം ഇന്ന് യേശു ക്രിസ്തുവിലൂടെ അബ്രാഹത്തിന്റെ സന്തതികളിലേക്ക്, ക്രിസ്തുവിന്റെ മക്കളിലേക്ക് കടന്നു വന്നിരിക്കുക. റോമാലേഖനം 8-ാം അധ്യായം, ഗലാത്യലേഖനം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ ബ്ലെസ്സിങ് ഇത് നമ്മളിലുണ്ട്. അപ്പം ഇന്ന് നമ്മളത് വിശ്വസിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഫ്യൂച്ചറിനെ ദൈവം ബ്ലെസ് ചെയ്യും. ഇത് ഞാൻ പറയാനിരുന്നതല്ല, ഈശോനെ കൊണ്ട് പറയിപ്പിച്ച് ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കും. കർത്താവ് നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും. വചനം വെച്ച് നമ്മൾ ആ വചനം വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. വചനം വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. ഇവിടെ നോർത്തേൺ അയർലൻഡിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോയപ്പോൾ ഒരു അമ്മ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അവരുടെ മോള് ഒരു അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു മനുഷ്യനെ ആയിട്ട് ഓൺലൈനിൽ കണ്ടുമുട്ടിയിട്ട് ഇവിടുന്ന് അഫ്ഗാനിസ്ഥാന് ആള് പോയി. ഈ ആ എന്താ ഗ്രൂപ്പാണെന്ന് എനിക്കറിയാമല്ല, അത് ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അവർ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ കൊച്ച് ഓൺലൈനിൽ മീറ്റ് ചെയ്ത ആളെയായിട്ട് പോയിട്ട് 2-3 വർഷം ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇവിടെ നോർത്തേൺ അയർലൻഡിൽ നിന്ന് UK പോയതാണ്. ഒരു കോണ്ടാക്റ്റും ഇല്ല. അവസാനം ഒരു ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങിയ സമയത്ത് ബാൻബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു ഈവനിങ് മീറ്റിംഗ് ഞാനിപ്പോൾ ഓർക്കുന്നത് 2023 3 വർഷം മുമ്പാണ്. അപ്പം ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. അപ്പം പറഞ്ഞു, എനിക്ക് ക്ഷമിക്കാനായിട്ടൊന്നുമില്ല, ഞാൻ ഓൾറെഡി ക്ഷമിച്ചത്. പക്ഷേ ഈശോ ഇങ്ങനെ ഒരു മെസ്സേജ് നൽകുന്നു, ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ വിദൂരത്തുള്ള ആള് കോണ്ടാക്ട് ചെയ്തു. അമ്മയെ കോണ്ടാക്ട് ചെയ്തു. ആൾ തിരിച്ചു വന്നില്ല, പക്ഷെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് തന്നെ വലിയൊരു മിറക്കിളായിരുന്നു. പിന്നെ അവർ ക്രമേണ ആ ഒരു റിലേഷൻഷിപ്പ് തിരികെ കണ്ടിന്യൂ ചെയ്യുക, അത് ആ റെക്കൺസിലിയേഷനിലേക്ക് ദൈവം നയിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വചനത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് എത്ര അകൽച്ചയിലുള്ള ബന്ധമാണെങ്കിൽ പോലും ആ ബന്ധത്തെ പോലും ദൈവം റീസ്റ്റോർ ചെയ്യും എന്ന് വിശ്വസിക്കുക. അകന്നു കഴിയുന്ന കുടുംബ ബന്ധങ്ങളാകട്ടെ, അതിനെ ദൈവം റീസ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ പവർ ഇന്ന് നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നു. സങ്കീർത്തനം 30-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. ഈ നാളുകളിൽ നമ്മളിങ്ങനെ ദുഃഖിച്ച് വിഷമിച്ച് എന്താകും എങ്ങനെയാകും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടിരുന്ന വിഷയമില്ലേ, അതിൻ്റെ നടുവിൽ ദൈവം അത്ഭുതം ഈ ദിവസങ്ങളിൽ അയക്കുമ്പോൾ നമുക്കത് ആനന്ദ നൃത്തത്തിന് കാരണമായി തീരും. പിശാചിന്റെ പരിപാടി എല്ലാം തകർക്കുക, ദരിപ്പണമാക്കുക, നിങ്ങളുടെ ജോലി മേഖലകളെ പ്രശ്നം ഉണ്ടാക്കുക, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക. പക്ഷേ ഇതിന്റെ നടുവിൽ നമ്മൾ ദൈവത്തെ അതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ സകല പ്രശ്നങ്ങളെ ദൈവം അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും. കാരണം കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹീതനാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം അധ്യായം 7-ാം വാക്യം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ഞാൻ ഇന്ന് ഈ വാക്യമാണ് കർത്താവ് മെയിനായിട്ട് ഇന്ന് നമ്മുടെ ഈവനിങ് പ്രയറിൽ ഈശോ പങ്കുവയ്ക്കാൻ തന്ന വാക്യം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ടോ? ഈശോയിൽ ആശ്രയിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കര ഉയർത്തുക, ഈശോയെ ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ, വേറെ ഒരു പ്രത്യാശയില്ല. ആരെ പ്രത്യാശ? കർത്താവ് പ്രത്യാശ. വേറെ പ്രത്യാശയൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. വേറെ ഒരു പ്രത്യാശയല്ല. നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസയാണോ, നമ്മുടെ സ്ഥലങ്ങളാണോ, വസ്തുവകകളാണോ, വണ്ടികളാണോ? ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷിപ്പുള്ള ഒരു മനുഷ്യൻ, പുള്ളിക്ക് ഈ ഡിമെൻഷ്യ വന്നിട്ട് ആളാരാന്ന് പോലും പുള്ളിക്ക് വലിയ ഓർമ്മയില്ല. അപ്പോൾ പുള്ളിയുടെ ബന്ധുക്കളും മക്കളൊക്കെ ഇടയ്ക്ക് വന്നു പോകും.
പക്ഷെ അവസാനം ഇടയ്ക്ക് ഞാനിങ്ങനെ ആ മനുഷ്യനോട് കുർബാന അച്ഛൻ കൊടുക്കാൻ വരുമ്പോഴും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങളൊക്കെ കൊടുക്കുന്നത്, അപ്പം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് യേശുവിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ആൾക്കൊരു ഉറപ്പ് കിട്ടും. ഒരു വലിയൊരു കണ്ണിൽ ഇങ്ങനെ ഒരു ലൈറ്റ്, എന്താ പറയുക, ഒരു പ്രകാശം വരുന്നവരെ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉള്ളിലോട്ട് വരുവാണ്. അതേ ഉള്ളൂ പ്രതീക്ഷ. അറ്റ് ദി എൻഡ് ഓഫ് ദ ലൈഫ് ഹീസ് അവർ ഓൺലി ഹോപ്പ്. അത് എത്രയും നേരത്തെ ആ പ്രതീക്ഷ, അതാണ് നിത്യമായ പ്രതീക്ഷയെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ മുറുകെ പിടിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. മാതാപിതാക്കൾ ചിന്തിക്കും, മക്കളെല്ലാവരും വന്ന് എൻ്റെ ചുറ്റും വന്ന് നിൽക്കും. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, എല്ലാവരും നേഴ്സിംഗ് ഹോമിൽ കോവിഡിൻ്റെ സമയത്ത് എനിക്ക് വളരെ വിഷമം വന്നൊരു സീനുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു, ഒരു മനുഷ്യൻ പുള്ളി മരിക്കാൻ കിടക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര കാര്യം, മക്കൾ ഇങ്ങനെ വന്ന് നിൽക്കും, അടുത്ത് വന്ന് നിൽക്കും, എന്ത് വിഷമത്തിലും കൂടെ നിൽക്കും എന്നൊക്കെ ആളിങ്ങനെ പറയുമ്പോൾ, അന്ന് മക്കൾക്ക് വേണമെങ്കിൽ റൂമിലോട്ട് കയറി വരാം. അപ്പം പേടിയാണെങ്കിൽ, കോവിഡിനെ പേടിയാണെങ്കിൽ ഈ നമ്മുടെ ഇതുപോലെ ഗ്ലാസ്സിന് വെളിയിൽ വന്ന് നിൽക്കാം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനവിടെ വർക്ക് ചെയ്യുവാണ്, നമ്മളാണ് ഇവരെയൊക്കെ നോക്കുന്നത്. അപ്പം ആ മനുഷ്യനുമായിട്ട് സംസാരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്തൊന്ന് കയറി കാണാൻ കേട്ടോ, ആള് ചിലപ്പം 2 ദിവസത്തിനകം മരിച്ചു. അപ്പം മക്കൾ പേടിച്ചിട്ട് വേണ്ട 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 ഞങ്ങൾ പുറത്തു നിന്ന് കണ്ടോളാം. അപ്പോൾ അത്രയ്ക്ക് പേടിയാണ്. അപ്പൻ്റെ കോടിക്കണക്കിന് സ്വത്തുക്കളും വസ്തുവകളെല്ലാം ഇവരൊക്കെ വിഭജിച്ചെടുത്തിട്ട് അപ്പം മരിക്കാൻ നിൽക്കുമ്പോൾ ആ ഗ്ലാസ്സിന് വെളിയിൽ നിന്നിട്ട് ടാറ്റ പറഞ്ഞ്, ഞാൻ വേണമെങ്കിൽ 2 സ്റ്റെപ്പ് അകത്തോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ആ ഗ്ലാസ്സിന് വെളിയിൽ നിന്നയാൾ 5 സ്റ്റെപ്പ് പുറകോട്ട് വെക്കുകയോ ചെയ്തു. അപ്പം ആ മനുഷ്യൻ എൻ്റെ തൊട്ടടുത്ത ദിവസം മരിച്ചു പോയി കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുക്കിയ ആളെ വിട്ടത്. പക്ഷേ ദീസ് ആർ ദ റിയാലിറ്റി. അപ്പം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്രയം എന്നുള്ളത് കർത്താവാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. എല്ലാ മക്കളും അങ്ങനെയാണ് നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അന്ന് ഞാൻ കേട്ട ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല ഒരുപാട് മക്കളുണ്ട്, അപ്പനെ അമ്മയെ നോക്കുന്ന ഒരുപാട് മക്കളുണ്ട്, സ്നേഹത്തോടെ പരിചരിക്കുന്ന മക്കളുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു, നമ്മളെല്ലാവരും അല്ലേ. ഇപ്പോൾ ഇവിടെ വചനം നമ്മൾക്ക് നൽകുന്ന ഒരു പ്രത്യാശയാണ്, ഉറപ്പാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ഇപ്പം ഇന്ന് അധരം തുറന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അപ്പം കർത്താവിൽ ഒരു വ്യക്തി ആശ്രയിക്കുന്നെങ്കിൽ വചനം പറയണം, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അപ്പം എവിടെയെങ്കിലും ഈ കിളിർത്ത് വരുന്നതല്ല, അത് നട്ടതാണ്. യു ആർ പ്ലാന്റഡ് നിയർ ദ വാട്ടേഴ്സ്. അപ്പം നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് നമ്മളിത് വിശ്വസിക്കണം, എന്നെ കർത്താവ് നട്ടതാണ്, എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പം ഇത് പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെ വചനത്തിൽ പറയുമ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് ചിലപ്പോൾ ഫീൽ ചെയ്യും. പുതിയ നിയമത്തിൽ കൊളോസസ് 1:22 വചനവും കൂടെ നമ്മളൊന്ന് സ്വീകരിച്ചിട്ട് ഈ വചനം മനസ്സിലാക്കി നമുക്കതിൻ്റെ കുറെ കൂടി ആഴം പിടി കിട്ടും. അതായത് കൊളോസസ് 1:22 നമ്മൾ കാണുകയാണ്, ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു. അപ്പം എവിടെയാണ് കർത്താവ് നമ്മളെ നട്ടത്? സ്വന്തം ശരീരം, സഭ. യേശു സ്വന്തം ശരീരത്തിൽ നമ്മളെ നട്ടു. അപ്പം കർത്താവ് സ്വന്തം ശരീരത്തിൽ നമ്മളെ നട്ടു. ആരാ നട്ടത്? കർത്താവാണ് നട്ടത്. എവിടെയാണ് നട്ടത്? സ്വന്തം ശരീരത്തിലാണ് നട്ടത്. അപ്പം നമ്മുടെ സോഴ്സ് പവർ എന്നുള്ളത് നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ വിടുതലുകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി, ഐശ്വര്യം, ഇത് മുഴുവനും വരുന്ന റൂട്ട് കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നാണ്, സഭയിൽ നിന്ന്, കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നത്. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് എക്സ്റ്റേണലിയാണ്. ഏതെങ്കിലും ഒരു ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നൊരു ധ്യാനകേന്ദ്രത്തിൽ പോകുമ്പോൾ അവരിൽ നിന്നാണ്. അവരും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വേണം നമ്മൾ അതിനെ കാണാൻ. അമ്മ മാതാവും വിശുദ്ധരും അച്ഛന്മാരും വചനപ്രഘോഷകരും ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അവരിൽ നിന്ന് നമുക്ക് ബ്ലെസ്സിങ് കിട്ടും, സ്വീകരിക്കാം. പക്ഷേ നമ്മൾ വിശ്വസിക്കേണ്ട അടിസ്ഥാനം ഏതാ? ഇതെല്ലാം നിലനിൽക്കുന്നത് കർത്താവിൻ്റെ ശരീരത്തിലാണ്. 1 കൊരിന്ത്യർ 12:27 നമ്മൾ കാണും, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. അമ്മ മാതാവും വിശുദ്ധന്മാരും സകല വിശുദ്ധരും ആ ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാം യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമ്മളെ ശുശ്രൂഷിക്കുന്നവരാണ് കർത്താവിൻ്റെ മാലാഖമാര്, ദ മിനിസ്ട്രിങ് ഫോഴ്സസ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ മാലാഖമാര് നമ്മളെ സഹായിക്കുവാൻ വേണ്ടി കടന്നു വരും. അപ്പം ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ നോക്കി പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ
ഭയപ്പെടുന്നില്ല. അപ്പം ഭയപ്പെടേണ്ട എന്ന് ഈശോ ഈവനിങ്ങിൽ നിങ്ങളെ നോക്കി പറയുന്ന ഏറ്റവും വലിയ മെസ്സേജ്, ഭയപ്പെടേണ്ട. നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പല ഭയങ്ങളും വരും. ഇന്ന് AI ലോകം അല്ലേ, മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇറ്റ് ഈസ് റിപ്ലേസിങ് ദ ഹ്യൂമൻസ്. പല ജോലി മേഖലകളും അസ്ഥിരമാവുകയാണ്. അപ്പം മനുഷ്യൻ ഇന്ന് പാശ്ചാത്യ ലോകത്തൊക്കെ വരുന്ന ഒരു വലിയ ലോണ് 30 വർഷത്തേക്കൊക്കെ 3 കോടിയുടെ 5 കോടിയുടെ ഒക്കെ കടമെടുത്താണ് വീട് വെക്കുന്നത്. എല്ലാവരും വീട് മേടിച്ചിട്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പബ്ലിഷ് ചെയ്യും. പക്ഷേ അതിനകത്ത് ഒരൊറ്റ ഇതേ ഉള്ളൂ, 30-40 വർഷത്തേക്ക് ദേ ആർ ലോക്ക്ഡ്. അത്രയും വലിയ കടമാണ് ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ അവർ ജോലി സ്ഥിരമായിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ AI ഒരു കാലഘട്ടം വന്നപ്പോൾ അങ്ങനെയുള്ള ജോലിക്കൊക്കെ വലിയ അസ്ഥിരത വരുമ്പോൾ ഒരുപാട് പേര് ലോകവ്യാപകമായിട്ട് വലിയ അസ്വസ്ഥതയിലൂടെ, തകർച്ചയിലൂടെ, വേദനയിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ അത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ബാധിക്കത്തില്ല, ആസ് ലോങ് ആസ് യു ആർ റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോൾ നിനക്ക് വേണ്ട പ്രൊവിഷൻസ് കർത്താവ് തുറന്നു തരും. യെസ്, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വചനത്തെ വിശ്വസിക്കുക. ആറ്റ് തീരത്ത് നട്ട മരം പോലെയാണ് നീ. യു ആർ എ ട്രീ ദാറ്റ് പ്ലാന്റഡ് ബൈ ദ വാട്ടേഴ്സ്. നിനക്ക് വേണ്ടി നിയമത്തെ ദൈവം മാറ്റും. നിനക്ക് വേണ്ടി വഴികളെ ദൈവം തുറക്കും. നിനക്ക് വേണ്ടി ചില സംഭവങ്ങളെ ദൈവം ഡിലേ ചെയ്യിപ്പിക്കും. നിനക്ക് വേണ്ടി നിന്നിലേക്ക് പ്രൊവിഷൻസ് എത്തുന്നതിന് വേണ്ടി ദൈവം അത്ഭുതകരമായ രീതിയിൽ ചില സംഭവങ്ങളെ നിനക്ക് സംരക്ഷണമായി ഒരുക്കും. ചില വ്യക്തികളെ നിനക്ക് വേണ്ടി മാത്രം ചില ജോലി സ്ഥലങ്ങളിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആ ദൈവം നിർത്തി അവരിലൂടെ നിന്നെ സംരക്ഷിച്ച് നിർത്തി നിന്നെ അനുഗ്രഹിച്ചു ഉയർത്തും. ഇതെല്ലാം ദൈവം ചെയ്യും. കാരണം നീ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാണ്. ആറ്റുതീരത്ത് നട്ട മരം പോലെ ദൈവം തന്റെ ശരീരമാകുന്ന സഭയിൽ ദൈവം നട്ട വ്യക്തിയാണ്. യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗോഡ്. ഗോഡ് ഈസ് ഗിവിംഗ് യു ഡ്യൂ റെക്കഗ്നിഷൻ. മനുഷ്യന് ഏറ്റവും ഉള്ള ഒരു വിഷമം, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ആരും എന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല, അംഗീകരിക്കുന്നില്ല. നോ, ഗോഡ് ഈസ് ഗിവിംഗ് യു ദ റെക്കഗ്നിഷൻ. ദൈവം നിന്നെ അംഗീകരിക്കുന്നു. ദൈവം നിന്നെ അംഗീകരിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിന്റെ ശൈലി. ഗോഡ് ഈസ് അക്സെപ്റ്റിംഗ് യു. നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടാനെന്ന് മനുഷ്യൻ ചിലപ്പോൾ ഈ ചെറുപ്പത്തിലൊക്കെ അവഗണന കിട്ടിയ മനുഷ്യർ പിന്നീട് ഏത് വിധത്തിലും പൈസ ഉണ്ടാക്കി ഈ അക്സെപ്റ്റൻസിന് വേണ്ടി തിരയാൻ പോകാറ്. എന്നാലും അവർക്കത് കിട്ടുമ്പോഴാണ്, നമ്മൾ പണ്ടൊരു മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞല്ലേ, അതുപോലെ അക്സെപ്റ്റൻസിന് വേണ്ടി മനുഷ്യൻ തിരയുന്ന പ്രാഞ്ചിയേട്ടന്മാരായി പോവുകയാണ്. അക്സെപ്റ്റൻസ് എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടണം. അവാർഡുകൾ കിട്ടി, ഒരു അവാർഡ് കിട്ടി, വീണ്ടും അവാർഡ് കിട്ടി. ഇത് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വോയിഡ് സ്പേസിനെയാണ് കാണിക്കുന്നത്. ആ വോയിഡ് സ്പേസ് ഫില്ല് ചെയ്യാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ, ദൈവത്തിന്. ദൈവം നൽകുന്ന, ദൈവം എന്നെ അംഗീകരിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഈ ഭൂമിയിൽ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ടൈം സോണിനകത്ത് ദൈവം എന്നെ അയച്ചത് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുന്നതിന് വേണ്ടിയാണ്. എനിക്ക് നിത്യമായ ഒരു ഭവനമുണ്ട്. ഐ ബീൻ സെൻഡ് ഫ്രം ഹിം. ഞാൻ അവനിൽ നിന്ന് വന്ന് അവനിലേക്ക് പോകുന്നവനാണ്. ഹല്ലേലൂയ. പക്ഷെ ഈ ഭൂമിയിലേക്ക് വന്ന സമയം മുതൽ നമുക്കേറ്റ ആന്തരിക മുറിവുകളും വേദനകളൊക്കെ കാരണം നമുക്ക് ഭൂമിയിലുള്ള മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യണം എന്നൊരു സംഭവം എങ്ങനെ ഉള്ളിൽ കിടന്ന് കളിക്കുകയാണ്. ഇതിനെയാണ് പിശാച് ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്യുന്നത്. അതാണ് മനുഷ്യനെ ഇങ്ങനെ ലോസ്റ്റ് ആക്കി. അവൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചില മനുഷ്യരൊക്കെ, നാളെ കാനഡയിൽ നിന്ന് ഒരു മനുഷ്യൻ 6 വീട് 7 വീട് മേടിച്ചു. ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 7 വീട് മേടിച്ച് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ആൾക്ക് രാത്രി ഉറക്കം വരുന്നില്ല. 7 വീട്ടിലും കിടന്നുറങ്ങാൻ പറ്റും, ഒരു വീട്ടിലല്ലേ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വാടക വീട്ടിൽ കിടക്കുന്ന മനുഷ്യൻ സുഖമായിട്ട് കിടന്നുറങ്ങും. 7 വീടുള്ളവൻ സുഖമല്ല, അവന് പേടിയാണ്, അവന് ഭയമാണ്, അവന് 100 ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ വരികയാണെന്ന് പറയുന്നത്. ബ്രദറെ, ഉറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ വചനം നൽകുന്ന ഒരു അഷുറൻസ് ഉണ്ടല്ലോ. കർത്താവ് കൂടെയുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്നൊരു ഉറപ്പ്, ഞാൻ കൂടെയുണ്ട് കേട്ടോ, ഞാൻ സഹായിക്കും കേട്ടോ. ചിലപ്പോൾ നാളെ നിങ്ങളുടെ ആവശ്യം ചെറിയൊരു കാര്യമായിരിക്കും. ആ ചെറിയ കാര്യത്തിനകത്ത് കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോൾ അത് ചെറുതായി കാണരുത്. നമ്മൾ സ്വർഗത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ആ ചെറിയ കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ചെറിയ മിറക്കിൾസ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നേ. നമ്മൾ ഓർക്കും ഇത് വലിയ ധ്യാനകേന്ദ്രത്തിലൊന്നും പറയാൻ പറ്റുന്ന വലിയ സംഭവമൊന്നും അല്ലായിരിക്കും. പക്ഷെ അത് ഇറ്റ് ഹാസ് ബീൻ ഡൺ ബൈ സമ്മൺ ഹു ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. അപ്പം അതിന് വലിപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ. ഇപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചില സംരക്ഷണം ദൈവം നൽകുന്നതും അല്ലെങ്കിൽ ജോലിസ്ഥലം ചില പ്രൊട്ടക്ഷൻ ദൈവം ഒരുക്കുന്നതും ചെറുതായിട്ട് അല്ലെങ്കിൽ വേറൊരാളോട് പറയുമ്പോൾ അത് വലിയ സംഭവമായിട്ട് തോന്നത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാം വലിയ സംഭവമാണ്. അപ്പം അതിനകത്ത് ഇടപെട്ട ആളാരാ? ദൈവമാണ്. അപ്പം ആ ദൈവത്തിന് നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവം നിങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളെ അംഗീകരിക്കുന്നു, നിങ്ങളെ നിർമ്മിച്ചവൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. ആ ദൈവത്തിന് നീ പ്രിയപ്പെട്ട ഒരു മകനാണ്, മകളാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട.
ഹല്ലേലൂയ. സങ്കീർത്തനം 27:3 നമ്മൾ കാണുന്നുണ്ട്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. അതിന്റെ കാരണം എന്നാ? കാരണം കൂടെ നിൽക്കുന്ന ആൾ ആരാന്ന് സങ്കീർത്തകൻ അറിയാം. ഹെബ്രായർ 11:27 നമ്മൾ കാണുന്നുണ്ട്, രാജകോപം ഭയപ്പെടാതെ മോശ അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ സഹിച്ചു നിന്നു. രാജകോപം ഭയപ്പെടാതെ, അതായത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നശിപ്പിച്ചു കളയാൻ പവറുള്ള ഒരു ചക്രവർത്തിയുടെ കോപം ഭയപ്പെടാതെ അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ മോശ സഹിച്ചു നിന്നു. ചിലപ്പോൾ ചില മാനേജർമാര്, ചില അധികാരികൾ, അവർക്കൊരു സെക്കൻഡ് മതി നിങ്ങളെ പുറത്താക്കാൻ, നിങ്ങളെ മാറ്റി നിർത്താൻ. നിങ്ങളുടെ ഭാഗത്തായിരിക്കും ന്യായം, പക്ഷെ അതാരും കേൾക്കുന്നില്ല. ഇവിടെ മോശയെ പോലെ ചില അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ ദൈവം എന്നെ എടുത്തു കാണിക്കും. നിങ്ങൾക്ക് ചില വ്യക്തികളെ ഈ ദിവസങ്ങളിൽ ഫേസ് ചെയ്യണം. അവരുടെ അധികാരം, അവരുടെ പവർ, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്ത ചില വ്യക്തികൾ, ചില ഡിക്റ്റേറ്റേഴ്സായിട്ട് നിങ്ങളോട് പെരുമാറുന്ന തരത്തിൽ ഉള്ള വ്യക്തികൾ, അങ്ങനെയുള്ളവരുടെ നടുവിൽ മോശ ഭയപ്പെട്ടോ? എന്ന് മോശ ഭയപ്പെടാത്തതിന്റെ കാരണം എന്തായിരുന്നു? അതിലും വലിയൊരാൾ കൂടെ നിൽക്കുന്നതിന്റെ പവർ മോശയ്ക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ആ പവർ മോശയ്ക്ക് അനുഭവിച്ചറിയാൻ പറ്റിയപ്പം വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുക, രാജകോപം ഭയപ്പെടാതെ മോശ അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ സഹിച്ചു നിന്നു. അദൃശ്യനായവൻ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ അവിടെ സഹിച്ചു നിന്നപ്പോൾ മോശയ്ക്കൊരു ഉറപ്പ് കിട്ടുകയാണ്, മുമ്പോട്ട് പോക്കോ, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ഞാൻ നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഈ പവർ ഉണ്ടല്ലോ, ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആ പവർ വഴി തുറക്കും. അതാണ് നമ്മൾ പിന്നെ കാണുന്നത്. വരണ്ട ഭൂമിയിലൂടെ ചെങ്കടൽ പിളർന്ന് മോശയുടെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ ജനം വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. എന്നെ കേൾക്കുന്ന ഒരു കുടുംബനാഥൻ, കുടുംബത്തിലെ ചില പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ ഇതുപോലെ യേശു എനിക്ക് വേണ്ടി ക്രൂശൽ സകലതും ചെയ്തു കഴിഞ്ഞു, യേശുവിന്റെ ശരീരമാകുന്ന സഭയിൽ യേശുവിനെ ചേർത്തിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നിങ്ങൾ മുൻപോട്ട് പുറപ്പെടുമ്പോൾ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുമെന്ന് ഈശോ ഇങ്ങനെ ഒരു മെസ്സേജ് നൽകും. ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതങ്ങൾ, യേശു ക്രൂശൽ സകലതും ചെയ്തു കഴിഞ്ഞതിന്റെ അത്ഭുതങ്ങൾ. വരണ്ട ഭൂമിയിലൂടെ നമ്മൾ അപ്പുറം കിടക്കും. ചെങ്കടലിനെ പിളർത്തിക്കളയും കർത്താവ്. ഇതേ പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ളവർ, കടന്നു പോയിട്ടുള്ളവർ ആരും രക്ഷപ്പെട്ടിട്ടില്ലായിരിക്കും. പക്ഷെ ഞാൻ രക്ഷപ്പെടും. കാരണം ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ പവർ നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. ആ പവറാണ് ഗൈഡ് ചെയ്യുന്നത്. വേറെ ഒന്നിലേക്ക് ആശ്രയം വെക്കരുത്. ലാസറിനോട് യേശു പറഞ്ഞു, പത്രോസിനോട്, ലാസറിനെ കർത്താവ് സെമിത്തേരി മരിച്ചു പോയ ലാസറിനെ കർത്താവ് തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വരുവെന്ന് വെള്ളത്തിന് മുകളിലൂടെ യേശു നടക്കുമ്പോൾ വഞ്ചിയിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വചനത്തിൽ നമ്മൾ കാണുന്നത് വരുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പത്രോസ് അങ്ങോട്ട് ചോദിച്ചു, നീ ആണെങ്കിൽ ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞു. വരൂ, കം. അപ്പൊ പത്രോസ് വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അരികിലേക്ക് നടന്നു വരികയാണ്. ആ വരുന്ന സമയത്ത് അവിടെ വലിയ പേമാരിയും കൊടുങ്കാറ്റൊക്കെ ഉണ്ടായപ്പോൾ ആളുടെ നോട്ടം യേശുവിൽ നിന്ന് ആ പേമാരിയിലേക്കും കൊടുങ്കാറ്റിലേക്കൊക്കെ പോയ സമയത്താണ് ആൾ മുങ്ങിപ്പോകുന്നത്. അപ്പം അത് നമുക്ക് നൽകുന്നൊരു ചിന്ത എന്താ? ഈ സംഭവങ്ങളൊക്കെ ചുറ്റും വരുമ്പോൾ അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ മോശ നിന്നതുപോലെ പത്രോസ് ആദ്യം നോക്കിയതുപോലെ നീ യേശുവിനെ നോക്കി മുൻപോട്ട് പോവുക. യുവർ മിറക്കിൾസ് വിൽ ബി ദെയർ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ട ആ വ്യക്തി ഇങ്ങനെ പറയുമായിരുന്നു, രോഗാവസ്ഥയാണ്, ഡോക്ടർമാർ റിപ്പോർട്ടുകളുണ്ട്, പല സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരു ദേവദാസൻ പറയുന്ന വചനത്തെ സ്വീകരിച്ചു. സിംഗപ്പൂരിലുള്ള ഒരു ദേവദാസൻ പറയുന്ന വചനത്തെ സ്വീകരിച്ച് കൺഫസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാൻ യേശുവിന്റെ ക്ഷതങ്ങളിലൂടെ സൗഖ്യമായി. അതാണ് കൺഫസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ കൺഫസ് ചെയ്ത് ഈ വ്യക്തിയുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവാൻ വേണ്ടി തുടങ്ങി. ഇന്ന് നമ്മൾ യേശുവിനെ നോക്കി വിശ്വസിച്ച് നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് ശക്തിയുണ്ട്. 2 കൊരിന്ത്യർ 9 നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് നമ്മെ പ്രതി ദരിദ്രനായി തീർന്നത് അവനിലൂടെ നമ്മൾ സമ്പന്നരാകുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. 2 കൊരിന്ത്യർ 8 8:9 നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുന്നതിന് വേണ്ടി. ഇതൊന്നും അതിരം തുറന്ന് പറഞ്ഞേ, എന്നെ സമ്പന്നനാക്കുന്നതിന് വേണ്ടി എൻ്റെ യേശു ദരിദ്രനായി തീർന്നു. എൻ്റെ യേശു ദരിദ്രനായി തീർന്നത് എന്നെ സമ്പന്നനാക്കുന്നതിന് വേണ്ടിയാണ്. വചനത്തിൽ സമ്പന്നൻ എന്ന് പറയുന്നത് അത്
സാമ്പത്തിക സമ്പന്നത മാത്രമല്ല, എല്ലാ രീതിയിലുള്ള സമ്പന്നതയാണ്. സമാധാനം, സ്വസ്ഥത, സന്തോഷം, ഐശ്വര്യം, ദൈവികമായ നിറവ്, കുടുംബജീവിതത്തിലുള്ള സന്തോഷങ്ങൾ, എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ സമ്പന്നനാക്കുകയാണ്. ഈ വചനത്തിൽ നിന്ന് സ്വീകരിച്ച് ഈശോ എന്ന് നമുക്ക് ഈ വചനം നൽകുക. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അപ്പം ഇന്നൊരു ഒരു ഒരു ചെറിയ എന്തെങ്കിലും കാര്യത്തിലൂടെ കയറി ഇറങ്ങി പോവുകയാണെങ്കിൽ, ശൂന്യതയാകട്ടെ, ചിലപ്പോൾ ജോലിയിലുള്ള ഈ ദിവസങ്ങൾ കടന്നുപോയ ജോലി ഉണ്ടാവും. ഒരുപാട് പേര് ഇപ്പം വിളിക്കുന്നുണ്ട്, ജോലി ഉണ്ടാവുമോ ബ്രദറെ, അടുത്ത മാസം അറിയാൻ മേല. ഞങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്ന ഓരോ സംഭവങ്ങളാണ് ഇതെല്ലാവരും. റെന്റ് പെയ്യണം, പലർക്കും ഞാൻ പറഞ്ഞില്ല, മോർഗേജ് 30 വർഷത്തെ ഭീമമായ കടമാണ്. നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ മേല. കാനഡ, അമേരിക്ക, ഇംഗ്ലണ്ട്, അയർലൻഡിലൊക്കെ പോയി വീട് മേടിച്ച ആൾക്കാർ മുഴുവനും ഈ 30-35 വർഷത്തേക്ക് ലോക്ക്ഡൗൺ. ഇത്രയും പൈസ, എത്രയോ കോടിക്കണക്കിന് രൂപയുടെ കടത്തിലാണ് ആൾക്കാരെല്ലാം നിൽക്കുന്നത്. അതുപോലെ തന്നെ റെന്റ് ആണെങ്കിൽ ഹ്യൂജ് റെന്റ് പേ ചെയ്താണ് ആൾക്കാർ നിൽക്കുന്നത്. അതിനിടയ്ക്കാണ് ഓരോരോ കാര്യങ്ങൾ കയറി ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ പലരും വിഷമിക്കും, അടുത്ത ആഴ്ച, അടുത്ത മാസം എന്ത് ചെയ്യും? ജോലി ഉണ്ടാവുമോ? കാര്യങ്ങൾ കൈവിട്ട് പോവോ? അതിനിടയ്ക്ക് പിള്ളേർക്ക് അത് വരുന്നു, അസുഖങ്ങൾ വരുന്നു, ഇത് വരുന്നു, ഇതെങ്ങനെ മുമ്പോട്ട് പോകുന്നേ? ഇവിടെയൊക്കെയാണ് നമ്മൾ കർത്താവിനെ മുറുകെ പിടിച്ച് ഈ വചനത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കണം. ഈ വചനം ഇന്ന് നമുക്ക് ഒരു വലിയ ധൈര്യമാണ് കേട്ടോ. വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ ഉറപ്പിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കുവാൻ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് ആ അഭിഷേകത്തെ സ്വീകരിക്കുവാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അവൻ സമ്പന്നനായിരുന്നിട്ട് നിങ്ങളെ പ്രതി ദരിദ്രനായി. അപ്പം ഇങ്ങനെ കൺഫസ് ചെയ്യണം, എന്നെ സമ്പന്നനാക്കുന്നതിന് വേണ്ടി എൻ്റെ യേശു ദരിദ്രനായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എവിടെയാണ് ദരിദ്രനായത്? കർത്താവ് പരിപൂർണ്ണ നഗ്നനായി തീർന്ന് ദാരിദ്ര്യത്തിന്റെ പൂർണ്ണത അനുഭവിച്ച് കുരിശിൽ അവൻ നമുക്ക് വേണ്ടി മണിക്കൂറുകൾ വിവസ്ത്രനായി തകർക്കപ്പെട്ട് അടിയേറ്റ് പീഡനമേറ്റ് ശരീരം മുഴുവനും ഉഴവുചാല് കീറുന്നത് പോലെ, ഒരു കണ്ട ഉഴുതു മറിഞ്ഞ് കിടക്കുന്നത് പോലെ ഉഴുതു മറിഞ്ഞ് കീറി മുറിഞ്ഞ് കിടക്കുവാണ്. പരിപൂർണ്ണ ദരിദ്രനായി തീർന്ന ഒരു നിമിഷം യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ ആ മൊമെന്റാണ്, ആ മണിക്കൂറുകളാണ്. അവൻ എന്നെ പ്രതി ദരിദ്രനായി തീർന്നു. അതുകൊണ്ട് എൻ്റെ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ യോഗ്യതയാൽ, എന്നെ പ്രതി ദരിദ്രനായി തീർന്ന യേശുവിന്റെ കുരിശുബലിയുടെ യോഗ്യതയാൽ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവികമായ സമ്പന്നത വെളിപ്പെടട്ടെ. എൻ്റെ ജോലി മേഖലകളിലെ തടസ്സങ്ങളിലേക്ക് ആ തിരുരക്തത്തിന്റെ ശക്തി കടന്നു വന്ന എല്ലാ തടസ്സങ്ങളെ എതിർത്ത് നിൽക്കുന്ന വൈരികളെ സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി ഇന്ന് ഛേദിച്ച് കളയുന്നതിനായി നന്ദി പറയുന്നു. അതൊരു തുറന്ന് പറഞ്ഞു, കർത്താവിന്റെ ശക്തി കടന്നു വരും. ബാലിന്റെ പ്രവാചകൻ, ബാലിനെ ആരാധിക്കുന്ന വലിയ ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെ കിടന്ന് ഭയങ്കര പരിപാടിയാണ്. നമ്പറിൽ കൂടുതൽ അവരാ. പക്ഷെ വൺ മാൻ വിത്ത് ഗോഡ്. ഏലിയ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദ ഫയർ കെയിം. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ ഇന്ന് ആയിരിക്കുന്ന ചില അവസ്ഥയിൽ. പക്ഷെ വൺ മാൻ വിത്ത് ഗോഡ് ഈസ് മെജോറിറ്റി. അങ്ങനെ ഒരു സംഭവം അറിയോ? മോശ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി. മോശയുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും പിറുപുറത്ത് മാറ്റി. ദാവീദ് ഒറ്റപ്പെട്ടു പോയി, പത്രോസ്ലീഹ ഒറ്റപ്പെട്ടു പോയി, പൗലോസ്ലീഹ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് അവസരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഏലിയ പ്രവാചകൻ ഒറ്റപ്പെട്ട സമയങ്ങളുണ്ട്. അവിടെ വൺ മാൻ വിത്ത് ഗോഡ് മെജോറിറ്റിയാണ്. യു ആർ ഓൺ ദ വിക്ടോറിയസ് സൈഡ്. അതുകൊണ്ട് ഈ വചനം എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. പൗലോസ്ലീഹ ഇത് അനുഭവിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്, 1 കൊരിന്ത്യർ 15:57. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അനുഭവിക്കും, ആള് വ്യക്തിപരമായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയം നൽകുക. നമ്മുടെ ചിലപ്പോൾ ഒരു ഹെൽത്തിന്റെ ബാറ്റിലായിരിക്കും, ചിലപ്പം കുടുംബത്തിലൊരു അസമാധാന വിഷയമായിരിക്കും, ആയിട്ട് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു വിഷയമായിരിക്കും, ചില പ്രശ്നങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കും. പക്ഷെ അതിനകത്തൊക്കെ നമ്മുടെ ദൈവം നമുക്ക് വിജയം നൽകും. നമ്മുടെ ഭാഗം നമ്മൾ പറയുന്ന എല്ലാവരും അംഗീകരിക്കുന്നതല്ല. ഞാൻ പറയുന്ന വിജയം എന്ന് പറയുന്നത് കർത്താവ് അതിനകത്ത് ഇറങ്ങി വരുമ്പോൾ കർത്താവ് അത് ചില കാര്യങ്ങൾ സോർട്ട് ചെയ്യും, അത് പരിഹരിക്കും. അത് എല്ലാവർക്കും വേണ്ട ഒരു ഹീലിംഗ് നൽകിക്കൊണ്ടായിരിക്കും ദൈവം അത് പരിഹരിക്കുന്നത്. അതിന് ദൈവത്തെ നമ്മൾ അനുവദിക്കണം. നമ്മളൊന്ന് പുറകോട്ട് മാറി നിന്ന് കർത്താവെ ഈ യുദ്ധം നിന്റേതാന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ സംജാതമാവുകയാണ്. പുറപ്പാട് 14:14. ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. ഈ യുദ്ധം കർത്താവിൻ്റെയാണ്. ജോലി സ്ഥലത്തെ ആകട്ടെ, വീട്ടിലെ ആകട്ടെ, കുടുംബജീവിതത്തിലെ ആകട്ടെ, യുദ്ധം കർത്താവിൻ്റെയാണ്. ചിലപ്പോൾ ആൾക്കാർ ഈ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നമ്മളായിട്ട് പരിഹരിക്കാൻ നോക്കും. നമ്മൾ പരിഹരിക്കാൻ നോക്കും, എൻ്റെ ഭാഗം ശരി, നിന്റെ ഭാഗം റോങ്.
നീ അങ്ങനെ മാറ, ഞാൻ മാത്രം ശരി. ഈ സംഭവത്തിലേക്ക് വരുമ്പോൾ ഡിവിഷൻ കൂടത്തേ ഉള്ളൂ. ബെറ്റർ നോട്ട് ടു സേ, ബെറ്റർ സേ നത്തിങ്. ഒന്നും പറയാതിരിക്കുക. കർത്താവെ, നീ ഇതിനകത്ത് ഇറങ്ങി വന്ന് ഇടപെടണമേ. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളായിട്ട് ചില കാര്യങ്ങളെ പരിഹരിക്കാൻ നോക്കിയ പിശാച് അതിനെ ഇൻക്രീസ് ആക്കും. പക്ഷെ ആൾക്കാർ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന പോലെ, കളിയാക്കുന്ന പോലെ, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന പോലെയൊക്കെ നോക്കും. അതിനകത്തോട്ട് നമ്മൾ നിശബ്ദയായിരുന്ന് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും നമ്മൾ അതിൻ്റെ നടുവിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗോഡ് വിൽ ടേക്ക് ഓവർ ആൻഡ് ടേൺ അറൗണ്ട് ദ ടേബിൾസ്, ടേൺ അറൗണ്ട് ദ സർക്കംസ്റ്റാൻസസ്, ടേൺ അറൗണ്ട് ദ സിറ്റുവേഷൻസ് ഓൺ യുവർ ഫേവർ. അത് ദൈവം ചെയ്യും. കാരണം ദൈവത്തിന് അത് ചെയ്യാനുള്ള ശക്തിയുണ്ട്. നമ്മളത് വിശ്വസിക്കുന്ന നിമിഷം, വചനത്തിൽ ആശ്രയിക്കുമ്പോൾ വചനത്തിൻ്റെ പവർ അത് ഫ്ലഷ് ആവും, അത് ഓപ്പൺ ആവും. ഇന്ന് ആ വചനത്തിൻ്റെ പവർ നമ്മുടെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത വ്യക്തിയിലൂടെ ദൈവം നിങ്ങൾക്ക് അനുകൂലമായ ചില പേപ്പറുകൾ മൂവ് ചെയ്യും. നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം ചില അനുകൂലതകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നൽകും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വൈഫ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവളുടെ ഒരു പേപ്പർ ഇവിടെ യൂറോപ്പിൽ ഈ അയർലൻഡിലെ സംഭവം ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിൽ ആ പേപ്പർ പോകുന്നില്ലായിരുന്നു. നാട്ടിൽ വന്നു, മിഡിൽ ഈസ്റ്റിലെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു സമയത്ത് ഒരു തരത്തിൽ അവിടുന്ന് ആ പേപ്പർ പോകുന്നത്. നമ്മൾ കുറേ പ്രയർ ഗ്രൂപ്പുകളൊക്കെ വിളിച്ചു ചോദിച്ചു, കുറേ ആൾക്കാരോട് പറഞ്ഞപ്പം എല്ലാവരും പല ഡിമാൻഡുകളാണ് പറയുന്നത്. എന്തായാലും കാര്യം നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് നിരാശ വന്നു. കുറേ നാളായിട്ട് അതിൻ്റെ പുറകെ നിൽക്കുകയാണ്, കാര്യം നടക്കുന്നില്ല. ഒരുപാട് പ്രാർത്ഥിച്ചു, കാര്യം നടക്കുന്നില്ല. ഒരു ദിവസം കർത്താവ് എന്നോട് ഒരു കാര്യം ഇങ്ങനെ ആവശ്യപ്പെടുവാണ്. അതായത് ഈ വിഷയത്തിൽ നിന്ന് കണ്ണുകളെടുത്ത് ഈ വിഷയത്തിൽ പ്രവർത്തിച്ച ദൈവത്തിനായിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ദൈവം ഇടപെട്ടതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നടക്കണം. അതെവിടെ നടക്കുന്നു, എപ്പോൾ നടക്കുന്നു, അത് നോക്കിയാണ് നിൽക്കുന്നത്. പക്ഷെ ദൈവം ഒന്ന് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്കിടയിൽ നൽകിയൊരു സംഭവം. ഈ സംഭവം നീ എനിക്ക് വിട്ടു തന്നേരെ, നീ അത് വിട്ടേര്. ഇത് ഇനിയിപ്പം നിങ്ങൾ എവിടെ അയർലൻഡിനോ ഇംഗ്ലണ്ടിനോ എവിടെ പോയാലും പോയില്ലേലും മഹത്വം ദൈവത്തിന് കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ പറഞ്ഞു, ഇനി പോയില്ലെങ്കിലും സാരമില്ല, പിശാച് ഇനി ഇതിനകത്ത് തന്നെ കുടുക്കിയിടാൻ പോകുന്നില്ല. അയർലൻഡിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയർലൻഡിൽ പോകും, അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എവിടെയാണോ ദൈവം നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് പോയിരിക്കും. പക്ഷെ ഇതിനകത്ത് ഇനി പിശാച് എന്നെ ഒരു അസ്വസ്ഥതയിലേക്ക് ഞാൻ പോകാൻ അനുവദിക്കത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയും. അങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഫ്രീ ആയി. ഞാനന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന സമയമായിരുന്നു. അപ്പം എൻ്റെ ജോലിയിലും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കോളേജിൽ അവിടെ ക്ലാസ്സിൽ വന്ന ഒരു വ്യക്തി, ഞാൻ എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. അന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് ഞാൻ ഹാപ്പി ആയിട്ടാണ് കേട്ടോ അന്ന് ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞു. പക്ഷെ ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സാറിൻ്റെ മുഖത്ത് എന്തോ ഒരു വലിയ ഭാരമുള്ള പോലെ, ഭയങ്കര വിഷമമുള്ള പോലെ എനിക്ക് തോന്നുന്നു. ആളൊരു മുസ്ലിമായ വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വിഷമമൊന്നുമില്ല, നീ എത്രയോ നാളായിട്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ എനിക്ക് വിഷമമായിട്ടൊന്നുമില്ല, നീ വളരെ ഹാപ്പിയാന്ന് പറഞ്ഞു. ഇല്ലില്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ വരുന്നു, സാറിന് എന്തോ ഒരു വിഷമമുണ്ട്. അപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോ പറയുകയാണ്, ഈ ഒരു കാര്യം വേണം ഇവനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, അത് ഞങ്ങൾ കുറേ നാളായിട്ട് ഇതിൻ്റെ ഒരു സോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞു, അതെവിടെയാണ്? ഞാൻ പറഞ്ഞു, സൗദി അറേബ്യയിലാണ്. അപ്പം ഓക്കെ. ആൾ പറഞ്ഞു, ഞാനേ 1-2 പേരെ ഫോൺ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ലോങ് സ്റ്റോറി ഷോർട്ട്, ഒരു 2-3 മണിക്കൂറിനകത്ത് ആ സംഭവം നടക്കുവാണ്. ഇതിനു മുമ്പ് ഞങ്ങളെ സമീപിച്ച പല ആൾക്കാരും ഒരുപാട് ഡിമാൻഡുകളാണ് പറയുന്നത്. അത് ചെയ്യണം, ഇത് ചെയ്യണം. നമുക്ക് മലയാളികളുടെ കാര്യം അറിയണം. ഇതുവരെ മലയാളി പയ്യനാണ്, മലപ്പുറംകാരനാണ്, മലപ്പുറം നിലമ്പൂർ അപ്പുറമുള്ളൊരു പയ്യൻ. പക്ഷെ അവൻ കോട്ടയത്ത് പഠിക്കാൻ വന്നായിരുന്നു. അവൻ്റെ കുറേ സുഹൃത്തുക്കൾ അറബികളായിട്ടുള്ള ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അവരത് പെട്ടെന്നത് റെഡിയാക്കി തന്നു. മലയാളികളല്ല, അവർ തന്നെ തന്ന് അവിടുന്ന് അത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ അതിനകത്ത് നമുക്ക് വേറെ ഫിനാൻഷ്യൽ ഒരു ബേർഡൻ പോലും ഒന്നും വന്നില്ല. അവർ തന്നെ അതിൻ്റെ പൈസ ഒക്കെ അയച്ചിട്ട് പറഞ്ഞു, പൈസ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് ദൈവം അത് അത്ഭുതകരമായി ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു വഴിയുണ്ട്, ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ലിമിറ്റ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ചിലപ്പോൾ ചില അധികാരികളെ ഉപയോഗിച്ച് ദൈവം സകലം നമുക്ക് ഫേവറാക്കി നിൽക്കും. എതിർത്ത് നിൽക്കുന്ന വ്യക്തികൾ, അത് അവരാരുമായിക്കോട്ടെ, അവരൊക്കെ മുകളിൽ നിൽക്കുന്ന ചില വ്യക്തികളിലൂടെ ദൈവം സകലതിനെയും നമുക്ക് അനുകൂലമാക്കി നൽകും. ഇന്ന് വിശ്വസിക്കുക. ഇന്ന് ഈ ഒരു സാക്ഷ്യമൊക്കെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല, പക്ഷേ ഈ സാക്ഷ്യമൊക്കെ എന്നെക്കൊണ്ട് ഈശോ പറയിപ്പിക്കുകയാണ്.
ചില സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കും, എന്തിനാണ് ദൈവം ഇതൊക്കെ പറയിപ്പിക്കുന്നത്? ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കും. ഏതോ ഒരു മനുഷ്യൻ എവിടെയോ ഇരുന്ന് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്, എൻ്റെ യേശു ഇതെന്നെ ഇടപെടാത്ത, എൻ്റെ യേശു ഇതെന്നെ സംഭവിക്കാത്ത, എൻ്റെ യേശുവെ. ചില സമയത്ത് ചില കാര്യങ്ങൾ ദൈവം ഡിലേ ചെയ്യുന്നത് പോലെ അതിനകത്തൊരു സംഭവമുണ്ട്, ഒരു റീസൺ ഉണ്ട്. നമ്മളത് ഉൾക്കൊള്ളണം. ഞാൻ ഓസ്ട്രേലിയ കുറേ വർഷം ജീവിച്ചിട്ട് നാട്ടിൽ വന്ന മനുഷ്യനാണ്. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് നാട്ടിൽ വന്നിട്ട് എനിക്ക് വേറെ പുറത്ത് പോകാനുള്ള ആ ഒരു അമേരിക്കയുടെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടൊക്കെ അമേരിക്കയിൽ പോകാൻ പറ്റി. പക്ഷെ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ഉള്ള കാര്യത്തിലൊക്കെ കുറേ ഡിലേസ് വന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ പേരൻസിൻ്റെ കൂടെ കുറേ ടൈം നാട്ടിൽ ചെറിയൊരു ജോലിയും അപ്പൻ്റെ കൂടെ കൃഷിയൊക്കെ ആയിട്ട് കുറേ പരിപാടിയൊക്കെ ആയിട്ട് നിന്നു. അപ്പം എൻ്റെ ഫാദർ മരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നുന്നത്, ദൈവമേ, അന്ന് ദൈവം അനുവദിച്ചുകൊണ്ടാണ് അത്രയും സമയം എനിക്ക് എൻ്റെ പപ്പായുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ദൈവത്തിന് ഇത് കാണാം, ദൈവത്തിന് അറിയാം വാട്ട് ഈസ് ഗോൺ ഹാപ്പൻ ഇൻ നെക്സ്റ്റ് 10 years, നെക്സ്റ്റ് 20 years. അപ്പോൾ ദൈവം എവിടെയെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തേക്കാം. അയ്യോ, എൻ്റെ കൂടെ പഠിച്ച അവൻ തേണ്ട അമേരിക്കയിൽ പോയി, അവൻ തേണ്ട ഓസ്ട്രേലിയയിൽ പോയി, അവൻ അവിടെ. ഈ ഫേസ്ബുക്കിൽ ഇടുന്ന മുഴുവൻ നല്ല ശതമാനം ഈ ആൾക്കാർ ഫിൽട്ടർ ചെയ്തിടുന്ന ഈ ഫോട്ടോസും വീഡിയോസും ഈ സംഭവങ്ങളൊക്കെ ഒത്തിരി ഫേക്കാണ്. അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും. അയ്യോ, അവരൊക്കെ ഭയങ്കര ഹാപ്പിയാ. എന്താ ഈ മാങ്ങ കഴിക്കുമ്പോൾ മാങ്ങയുടെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതിൻ്റെ അണ്ടിയോട് അടുക്കം പറയാം മാങ്ങയുടെ പുളിയെന്ന് പറയുന്ന പോലെ മനുഷ്യരെല്ലാവരും ഒന്നും ഈ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അമേരിക്ക, കാനഡ പോയവരൊന്നും വലിയ ഹാപ്പിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവർ പുറത്ത് കാണിക്കുന്ന അങ്ങനെയാണ്. 30 വർഷത്തെ 40 വർഷത്തെ ലോണും കടങ്ങളും എടുത്ത് അതിൻ്റെ പുറത്ത് ഹെൽത്തിൻ്റെ ബാറ്റിൽ 100 കാര്യങ്ങളുമായിട്ടാണ് മനുഷ്യർ പോകുന്നത്. ഇതിനിടയ്ക്ക് സ്ട്രെസ്സ്, എന്ത് ഇഷ്യൂസ് എന്നറിയും. അതൊന്നും കൂടാതെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ആണ് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള റേസിസം തുടങ്ങിയിരിക്കുന്നത്. അത് ഞാൻ ഇത്രയും വർഷം, എൻ്റെ ഓസ്ട്രേലിയ 6 വർഷം, ഇവിടെ 10 വർഷം മുകളിൽ ഞാൻ ജീവിച്ച ഇത്രയും വർഷം ഇത്രയും ഒരു റേസിസം റേസിസം എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പം അതിൻ്റെയൊക്കെ നടുവിൽ ഒരുപാട് സ്ട്രെസ്സിലൂടെ നമ്മളെല്ലാവരും പല മക്കളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സാക്ഷ്യം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായി തീർക്കും. എത്ര പ്രതികൂല സാഹചര്യമായിക്കോട്ടെ അതിനെ ദൈവം അനുകൂലമാക്കി തീർക്കും. ഞാൻ ഒരിക്കലും ഓസ്ട്രേലിയയിൽ എൻ്റെ മോളിൽ നിന്ന ഒരു മാനേജർ, ഒരു ലെസ്ബിയനായിരുന്നു, ഒരു സ്ത്രീയുടെ കൂടെ കഴിയുന്ന വ്യക്തിയാണ്. അപ്പം ഞാനിങ്ങനെ വചനം പറയുന്ന ആളാ, പ്രാർത്ഥിക്കുന്ന ആളാന്നൊക്കെ അറിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഓർത്ത് ഇവിടുന്ന് ജോലി പോയിട്ടേക്കാം, കാരണം ഇത് ഇനി എങ്ങോട്ടാണ് പോകുന്നത്, വല്ലോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ചെറിയൊരു കാര്യം മതി, ഇങ്ങനെയുള്ള മനുഷ്യർ പോയിട്ട് അവരെ ഹരാസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ സ്ഥിരമായിട്ട് നമ്മളൊരു അഭിപ്രായം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവർ പോയി പരാതി കൊടുത്തിട്ട് പറയും അയാൾ എന്നെ ഹരാസ് ചെയ്തെന്നൊക്കെ പറയും. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ 100 എക്സ്പ്ലനേഷനും കാര്യങ്ങളും കൊടുത്ത് നിൽക്കണം. അപ്പോൾ ഞാനൊരു ദൈവം ഇത് വിട്ടിട്ട് പോയേക്കാം, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് അറിയുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു പിടിച്ചു നിൽക്കുക. അപ്പം ഞാൻ കുറേ നാളിങ്ങനെ പ്രാർത്ഥിച്ചു. ഇവരുടെ വഴക്കുമ്പോൾ ഇവരുടെ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ സഹിച്ചിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ദൈവം അത് പിടിച്ചു നിൽക്കാനുള്ള കൃപ നൽകി. അങ്ങനെ ഒരു ദിവസം ഇവരെന്നോട് വന്നിട്ട് ഒരു പ്രകോപനം എന്നല്ല, ഒരു ഇതുമില്ലാതെ അവർ ഒരു ബുക്ക് എടുത്തിട്ട് എന്നെ കാണിച്ചിട്ട് പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും കിടന്ന് ഉറങ്ങുമ്പോൾ ഈ ബുക്കിനകത്ത് ഈ ഫോട്ടോ കണ്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ലെന്ന് പറയും. അപ്പം ഞാനത് ഏത് ഫോട്ടോയാണെന്ന് എടുത്ത് നോക്കിയപ്പോൾ ഈശോ കുരിശ കിടക്കുന്ന ഫോട്ടോയാണ്. അപ്പം ഇയാൾ പറയുകയാണ് എനിക്ക് എന്നാണെന്നറിയാൻ പറ്റില്ല, ഞാൻ റിലീജിയസ് ഒന്നുമല്ല, പള്ളിയിലൊന്നും പോകാറില്ല, പക്ഷേ എനിക്ക് ഈ ഫോട്ടോ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം വരുന്നത്. അവരെപ്പോഴും ഈ ഫോട്ടോ ഇങ്ങനെ മറിച്ച് നോക്കും, എല്ലാ ദിവസവും ഈ ഫോട്ടോ കണ്ടിട്ട്. ഇവരുടെ പേരൻസ് പോലും വലിയ റിലീജിയസ് അല്ലായിരുന്നു, കാത്തലിക്സ് ഒന്നും അല്ല, പക്ഷെ ഇവർക്ക് ഈശോയുടെ ഈ ഒരു പിക്ചർ, ഈ ക്രൂശിൽ കിടക്കുന്ന പിക്ചർ കാണുമ്പോഴാണ് ഇവർക്ക് ഉറക്കം വരുന്നത്. എനിക്ക് മനസ്സിലായി, കിട്ടിയ അവസരം പാഴാക്കുമോ? അപ്പം പറഞ്ഞ് ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി. ഹല്ലേലൂയ. അത് കേട്ട സമയത്ത് അവർക്ക് ഈ ബലഹീനതയുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതൊന്നുമല്ല. യേശു ഇവർക്ക് വേണ്ടി ക്രൂശിൽ എന്താണ് ചെയ്തു കഴിഞ്ഞതെന്നുള്ള കാര്യം ഇവരോട് പറയുകയും ഈ വ്യക്തിയെ ക്രൂശിലെ പരിഹാര ബലിയിൽ യേശു ചേർത്ത് വെച്ചതാണ്. കൊളോസസ് 1:22. അതിലൂടെ ഇവരെ യേശു കുരിശിലെ പരിഹാര ബലിയിലൂടെ നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, രക്ഷയും പാപമോചനവും നൽകി. ഈ മെസ്സേജ് പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവരിലേക്ക് വന്ന് വീണു. ഹല്ലേലൂയ. ഇവർക്ക് വേണ്ടി യേശു എന്താണ് ചെയ്തു കഴിഞ്ഞെന്നുള്ള കാര്യം പറയാൻ പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുക. പരിശുദ്ധാത്മാവ് ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, അയാൾ എത്ര പാപാവസ്ഥനാണെങ്കിലും ആളെ മാറ്റിയെടുക്കും പരിശുദ്ധാത്മാവ്. ഇന്ന് ദൈവം ഇന്ന് സഭയോട്, നമ്മളോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നത് യേശു എന്താണ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞതെന്ന് പ്രസംഗിക്കാനാണ്. പാപിയെ മാനസാന്തരപ്പെടുത്തുന്ന ജോലി പരിശുദ്ധാത്മാവിൻ്റെ.
ആൾക്കാരുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന ജോലി പരിശുദ്ധാത്മാവിൻ്റെ ജോലി അച്ഛന്മാരും വൈദികരും അഭിഷിക്തരും വചനപ്രഘോഷകരും ബ്രദർമാരും ശുശ്രൂഷകരും ഓൺലൈൻ പ്രഭാഷകരും ഒന്നും ഏറ്റെടുക്കണ്ട. അത് പരിശുദ്ധാത്മാവ് ചെയ്തോളും. യേശുവിനെക്കുറിച്ച് പറയുക മാത്രം ചെയ്യുക, ഹൃദയകാഠിന്യം മാറ്റുന്നത്, മനസ്സിനെ നിർമ്മലമാക്കുന്നത്, ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ. യേശുവിന്റെ സ്നേഹത്തെ, കരുണയെ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ജനഹൃദയങ്ങളെ മാറ്റുകയാണ്. ആ ലെസ്ബിയനിസമായി ആ ഒരു സ്വർഗ ഭോഗത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് പിന്നീട് വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഞങ്ങൾ കണ്ടത്. അതായത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അത് അവർക്ക് തന്നെ വിറ്റ്നസിനുള്ളിൽ പരിശുദ്ധാത്മാവ് ആ ബോധ്യം കൊടുക്കും. ദൈവം ആ ബോധ്യം നൽകും. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് ദൈവം ചില ബോധ്യങ്ങൾ നൽകുന്നുണ്ട്. മക്കളോട് ക്ഷമിക്കുവാനുള്ള ബോധ്യം, ചില വ്യക്തികളെ അനുഗ്രഹിക്കുവാനുള്ള ബോധ്യം, ചില വ്യക്തികളോട് പോയി സംസാരിക്കുവാനുള്ള ബോധ്യം. ഒരിക്കലും ഒരു വ്യക്തി ഇങ്ങനെ പറയുമായിരുന്നു, അവരുടെ വീടിനടുത്തുള്ള വ്യക്തി ഇവർക്കെതിരെ കൂടോത്രം ചെയ്തു. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ എന്നോട് വലിയ മെസ്സേജ് തന്നത്, ഈശോ എന്നോട് പറഞ്ഞു, ഈ വ്യക്തിയുടെ നിങ്ങൾ പോയി ഒരു കേക്ക് മേടിച്ച് ആ വ്യക്തിയുടെ വീട്ടിൽ പോകും, അതാണ് നിങ്ങൾക്ക് ഈശോ നൽകുന്ന നിർദ്ദേശം. അപ്പോൾ ആ വ്യക്തി ചിരിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എല്ലാവരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം ഇന്ന പ്രാർത്ഥന ചെല്ല്, ഇന്ന ജപം ചെല്ല്, ഇന്ന കാര്യം ചെല്ല്, ആ പ്രാർത്ഥന ചെല്ല്. പക്ഷേ ഈശോ എന്നിലൂടെ ആ വ്യക്തിക്ക് കൊടുത്ത നിർദ്ദേശം, നിങ്ങളൊരു കേക്കുമായിട്ട് ആ വീട്ടിലോട്ടൊന്ന് ചെന്നാൽ മതി. അപ്പോൾ ഇയാൾ കേക്കൊക്കെ മേടിച്ച് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ചേച്ചി ഭയങ്കര കരച്ചിൽ, കുറേ വർഷങ്ങളായി കണ്ടിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ, ഏതൊരു വ്യക്തി അവരുടെ ജീവിതത്തിലും ഇവരുടെ ജീവിതത്തിലും എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധാരണയിട്ട് ഭിന്നിപ്പിച്ചതാണ്. കർത്താവിൻ്റെ കുരിശിലെ പരിഹാര ബലിയുടെ ഈ ഒരു റെവലേഷനിലേക്ക് വന്നൊരു വ്യക്തിക്ക് ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കണം, ദൈവം നിങ്ങളുമായിട്ട് കണക്റ്റഡാണ്. നിങ്ങൾ ദൈവവുമായിട്ട് കണക്റ്റഡാണ്. ദൈവത്തിനെതിരെ ആർക്കെങ്കിലും മന്ത്രവാദം ചെയ്യാൻ പറ്റും? അബ്രാഹത്തിന് ദൈവം ഒരു പ്രോമിസ് കൊടുത്തു. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്ന് പറഞ്ഞു. അവിടെ അബ്രാഹം ദൈവമായിട്ട് കണക്ഷനല്ല, ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണ്. മാത്രമല്ല യേശു പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുന്നു, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പം ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തെ ആരെങ്കിലും തകർക്കാൻ നോക്കിയാൽ 1 കൊരിന്ത്യർ 6 ദൈവം അവനെ തകർക്കുമെന്ന് പറയും. ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളാണ് പോസിറ്റീവ്, നിങ്ങളാണ് ഇവിടെ വിജയിച്ച് നിൽക്കുന്നത്, നിങ്ങൾക്കാണ് സകലത അനുകൂലമായി നിൽക്കുന്നത്. 1 man with God is majority. ബാലിനെ ആരാധിക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഏലിയ പ്രവാചകൻ മുട്ടുമടക്കി, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. മോശ ഫറവോനെതിരെ നിൽക്കുവാണ്. രാജകോപം ഭയപ്പെടാതെ അദൃശ്യനാവിനെ ദർശിച്ചാലെന്ന് പോലെ മോശ സഹിച്ചു നിന്നു. ഗോഡ് ഡിഡ് ദ മിറക്കിൾ. ഗോഡ് അവിടെ പ്രവർത്തിച്ചു. ദൈവം അവന് അനുകൂലമായി നിന്ന് പ്രവർത്തിച്ചു. ഇതേ ദൈവം ഇന്ന് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. കൊളോസസ് 1:27 മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ഹല്ലേലൂയ. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ ഇന്ന് വൈകിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പവറാണ്. കാരണം ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു വസിക്കുന്ന ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു വസിക്കുന്ന ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. 2007 ഡേവിഡ് മക്കൻസി എന്ന് പറഞ്ഞൊരു ന്യൂസിലാൻഡിലുള്ള ഒരു മിഷണറി, ആ വ്യക്തിയായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആളിങ്ങനെ ഒരു വിഷനിൽ കാണുവാണ്. അനീഷെ ഒരു ഡിവൈസിലൂടെ, ഒരു മീഡിയയിലൂടെ അനീഷ് ഇങ്ങനെ സ്വന്തം ഭാഷയിൽ യേശുവിനെക്കുറിച്ച് പറയുന്നു. അപ്പം ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം ഓസ്ട്രേലിയയിലാണ്ട്, നമ്മൾ ന്യൂസിലാൻഡിൽ പോകുന്നു, അല്ലെങ്കിൽ വനവേ ടു ഫിജി, തൊങ്ക, പാപ്പ ന്യൂഗിനി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒത്തിരി അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ അതൊക്കെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് നിൽക്കുവാണ്. ജോലിയും പിന്നെ അങ്ങനെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരു വ്യക്തി എനിക്കൊരു മെസ്സേജ് തന്നിട്ട് പറയുകയാണ്, അന്ന് ഇംഗ്ലീഷിലാണ് ശുശ്രൂഷകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ജോലിയും പഠനവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. അപ്പം അന്ന് ഈ വ്യക്തിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഒരു ഡിവൈസിലൂടെ ഒരു സ്ഥലത്തിരുന്ന് അനീഷ് ഇങ്ങനെ സ്വന്തം ഭാഷയിൽ, മലയാള ഭാഷയിൽ വചനം പറയും. അപ്പം ഞാൻ എൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചു, ഏതെങ്കിലും TV ചാനലായിരിക്കും. അപ്പം നാട്ടിൽ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്ത് ചാനലുകളിൽ പ്രോഗ്രാമിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഭയങ്കര ഭീമമായ തുകയൊക്കെ അവർ പറയുന്നത്. അപ്പം അതൊക്കെ വിട്ടു. അപ്പം ഞാനൊരു ദൈവം ചിലപ്പം ആ മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നിയൊരു തോന്നലായിരിക്കും. അന്ന് നമുക്ക് ഇതുപോലത്തെ ഫേസ്ബുക്ക്, ഈ ഫീച്ചറുകൾ, ഫേസ്ബുക്കൊക്കെ വന്നാലും ലൈവ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതുപോലത്തെ സ്മാർട്ട് ഫോണുകൾ പോലും റിലീസ്ഡ് ആയിട്ടില്ല.
പഴയ ഫോണുകളൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ അന്ന് ദൈവം അത് കണ്ടു. ഹീ നോസ് യുവർ ഫ്യൂച്ചർ. ഹീ നോസ് വാട്ട് ഈസ് ഗോൺ ഹാപ്പൻ നെക്സ്റ്റ്. 2 വർഷം മുമ്പ് ഒരു സിസ്റ്ററുമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കന്യാസ്ത്രീ, ആ വ്യക്തിക്ക് ദൈവം ഒരു വിഷൻ കൊടുത്ത് എക്സാക്ട്ലി ഈ വർഷം മാർച്ച് മാസം നടന്ന ഒരു സംഭവത്തെ ആള് 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് കണ്ടു. എക്സാക്ട്ലി. എനിക്ക് പരിചയമുള്ളൊരു വിൽസൺ ബ്രദറുണ്ട് കോട്ടയത്തുള്ള ആള്. ചില സമയത്ത് ദർശനത്തിൽ ഇരിക്കുമ്പോൾ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞ് നടക്കാണ്ടിരിക്കുന്ന കാര്യം, നമ്മളിടുന്ന ഡ്രസ്സ്, നമ്മളിപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ കുടിക്കുന്ന ജ്യൂസ്, ആ ഗ്ലാസിന്റെ ഷേപ്പ്, ഇതെല്ലാം ആള് കാണും. അപ്പൊ ഞാനിങ്ങനെ ദൈവം ഇതൊക്കെ എങ്ങനെയാ ഈ വ്യക്തിക്ക് കാണാൻ പറ്റുന്നത്? നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇത്ര വ്യക്തമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? വചനത്തിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എഫേസോസ് ലേഖനത്തിൽ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള, കൊളോസസ് 1:20 പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അത് ടൈം ആക്സിസിന് പുറത്ത് നടന്ന ഒരു വലിയ മിറക്കിളാണ് യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി. ആ സമയത്ത് സകലതിനെയും കർത്താവ് ഒരുമിപ്പിച്ചു. കർത്താവ് സകലതും കണ്ടതാണ്. നമ്മുടെ തുടക്കവും ഇനിയുള്ള ജീവിതവും വരാനിരിക്കുന്ന വർഷങ്ങളും ഇതെല്ലാം ദൈവം കണ്ടു കഴിഞ്ഞു. അങ്ങനെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓർക്കും നമ്മുടെ നാളുകളെ ദൈവത്തിന് അറിയാൻ പറ്റും. ദൈവം ഇതെല്ലാം കണ്ടിട്ടിരിക്കുമല്ലേ. ഈ 10 വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം കണ്ടതാണ്. അപ്പം അന്ന് ഡേവിഡ് മക്കൻസി പറഞ്ഞു, ആ സമയത്ത് അത്ഭുതങ്ങൾ നടക്കും കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ നടക്കും. അപ്പം അന്ന് ആ പ്രവാചകൻ 20 വർഷം മുമ്പ് പറഞ്ഞ് ഇപ്പം സംഭവിക്കണം. അപ്പം ഇന്ന് വൈകിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എക്സ്പെക്ട് മിറക്കിൾസ്. അത് ദൈവം ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കും. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പോലും തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിട്ട് പോകാറുണ്ട്. ഇന്ന് ഈ ഒരു ലൈവ് പ്രെയർ കൂടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. കാരണം ഇത് നടക്കുമെന്ന് കാലങ്ങൾക്ക് മുൻപേ ദൈവം തീരുമാനിച്ചതാണ്. ഞാൻ ഒരു വചനം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എഫേസോസ് 1:10. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്ര. ഇതാണ് ആ മിഷൻ. കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുക. ഇതാണ് ദൈവം ഇന്ന് ഭൂമിയിൽ ചെയ്യുന്ന മിഷൻ. സ്വർഗത്തിനും ഭൂമിയിലുമുള്ള സകലതിനെയും എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുക. അങ്ങനെ സകലരെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കണമെങ്കിൽ ആ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രവൃത്തി നടക്കണം. ആ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയ പ്രവൃത്തിയാണ് കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ അവിടുത്തെ പരിഹാരബലി, ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി. ആ പ്രവൃത്തിയിലൂടെ എല്ലാവരും അവരെ ഒന്നിപ്പിച്ചു. ഓൾറെഡി അത് സംഭവിച്ചു. ഇനി അത് സംഭവിച്ച കാര്യം ഇത് പറയുമ്പോൾ ആത്മാക്കളെ ദൈവം ഇതിലോട്ട് കൂട്ടിക്കൊണ്ടുവരുവാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ മനുഷ്യന് ഒരു ആത്മാവിന് ഇത് പരിശുദ്ധാത്മാവ് തന്നെ വിറ്റ്നസ് കൊടുക്കും. ഇത് സത്യമാണ്, ഇതിനകത്തൊരു രഹസ്യമുണ്ട്, ഇതിനകത്തൊരു പവറുണ്ട്. കാരണം നമുക്ക് ഈ ഭൂമി ശരീരത്തിനപ്പുറമായിട്ട്, ഈ ഭൂമിക്ക് അപ്പുറമായിട്ടുള്ള ആ നിത്യജീവിതത്തിൽ ഈ പവറിനകത്താണ്, പരിശുദ്ധാത്മാവിന് ഈ പവറിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം ആ പവർ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നടുവിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയ്ക്ക് നടുവിൽ പരിശുദ്ധാത്മാവാൻ ദൈവമേ അവിടെ നിന്ന് ഇറങ്ങി വന്നതിനെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാൻ, ഒരുപാട് പേരെ ഇന്ന് സ്പർശിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത്രയും നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഒരു വലിയൊരു ഔട്ട് പോറിങ്, അനേകരിലേക്ക് ഒരു ഔട്ട് പോറിങ് വരിക. ഈ ഔട്ട് പോറിങ്ങിൻ്റെ കാരണം നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥകൾക്ക് ദൈവം മറുപടി നൽകാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും സ്ക്രീനിലോട്ടൊന്ന് കരം നീട്ടി, യേശുവേ, ഞങ്ങൾ ഇന്ന് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ബൈബിളിലും ഞങ്ങൾ പുതിയ നിയമത്തിൽ കാണുന്നത് പോലത്തെ ചില അത്ഭുതങ്ങൾ, പഴയ നിയമത്തിൽ കാണുന്നത് പോലത്തെ അത്ഭുതങ്ങൾ ഈ 2026 ഈ ജൂൺ മാസം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ക്രിസ്തു വസിക്കുന്ന മന്ദിരങ്ങളായ ഞങ്ങൾ, ക്രിസ്തുവിൻ്റെ ശരീരമായ ഞങ്ങൾ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോടും എല്ലാ അഭിഷക്തരോടും എല്ലാ ദൈവമക്കളോടും വിശുദ്ധരോടും ചേർന്ന് ഈ നിമിഷം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വരുമാന മാർഗങ്ങളിൽ, ജോലി മേഖലകളിൽ അവിടുത്തെ എല്ലാ തടസ്സങ്ങളും മാറി അവിടെ എല്ലാം അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ, നന്മകൾ വെളിപ്പെടട്ടെ, അഭിവൃദ്ധി വെളിപ്പെടട്ടെ. കർത്താവേ, അവിടുന്ന് നട്ടതാണല്ലോ ഞങ്ങളെ. ജെറമ്യാ പ്രവാചകനിലൂടെ അവിടുന്ന് പറഞ്ഞല്ലോ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു, ദൈവവചനത്തിലേക്ക് ഊന്നിയിരിക്കുന്ന, യേശുക്രിസ്തുവിലേക്ക് ഊന്നിയിരിക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും. ഈശോ ഇങ്ങനെ പറയുന്നു, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. നിന്റെ ജീവിതത്തിൽ ഈ ജൂൺ മാസം വലിയൊരു വിടുതലിൻ്റെ മാസമായിരിക്കും, വലിയൊരു വളർച്ചയുടെ മാസമായിരിക്കും,
വലിയ അനുഗ്രഹത്തിന്റെ മാസമായിരിക്കും. പിശാച് നിന്റെ അവസാനമെന്ന് എഴുതി വെച്ച പലതിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് ദൈവം നീ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ നിന്നെയും എന്നെയും പടുത്തുയർത്തുന്ന ഒരു മാസമാക്കി ദൈവം ഈ മാസത്തെ മാറ്റുകയാണ്. ഒരു സ്റ്റോറി ബിൽഡിങ്ങിനെ തകർക്കാൻ പിശാച് നോക്കിയെങ്കിൽ ഒരു 10 സ്റ്റോറി ബിൽഡിംഗ് ആക്കി നിന്റെ അഭിവൃദ്ധിയെ, അനുഗ്രഹത്തെ ദൈവം വളർത്തുന്നു. യേശുവേ, അവിടുന്ന് അത് വളർത്തുന്നതിനായി നന്ദി പറയും. അവിടുത്തെ അഭിഷേകം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയും. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വേർഡ്സ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം നൽകും. പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, ഇന്ന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാ ദൈവമക്കളെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പനി വന്നൊരു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ഒരു അമ്മയുടെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നു. യേശു നിങ്ങളെ സന്ദർശിക്കുന്നു. ഹല്ലേലൂയ. റൂം നമ്പർ 12 എന്ന് യേശു ഇങ്ങനെ എഴുതി കാണിക്കുന്നു. 12 റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നീല ഷർട്ടിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ബ്രദറിനെ കാണിക്കുന്നു. നിങ്ങൾ കണ്ണാടി വെച്ചിട്ടുണ്ട്. ഈശോ നിങ്ങളെ സ്പർശിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി യേശുവേ ആരാധന. ഗീവറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗീവറിനോട് ഇന്ന് സംസാരിച്ച നിരവധി വചനങ്ങൾ ഗീവറിന് വേണ്ടി ദൈവം നൽകിയ വചനമായിരുന്നു. ഗീവറിന്റെ ജീവിതത്തെ, കറണ്ട് സർക്കംസ്റ്റാൻസിനെ ടേക്ക് ഓവർ ചെയ്യുന്ന ആളുകൾ, നമ്മൾ വണ്ടി ഓവർടേക്ക് ചെയ്തില്ല, ദൈവം ടേക്ക് കെയർ ചെയ്യും. കർത്താവ്, ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു. 1 പത്രോസ് 5-ാം അധ്യായം വായിക്കണേ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഉത്കണ്ഠകളെ ദൈവത്തിന് ഏൽപ്പിക്കണം. നിന്റെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്നോർത്ത് അവൻ ഓടി നടക്കുവാണ്. അപ്പോൾ ഈ നമ്മുടെ ഉത്കണ്ഠകളെ ദൈവത്തിന് വിട്ടുകൊടുത്ത് ആ ഉത്കണ്ഠകൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവ ആ വിഷയത്തെ ടേക്ക് ഓവർ ചെയ്യും. പിശാചിനെ പ്രവർത്തിക്കുവാൻ അവൻ അവസരം കൊടുക്കത്തില്ല. നമുക്കെല്ലാവർക്കും ആയിട്ടുള്ളൊരു മെസ്സേജാണ്. പലപ്പോഴും നമ്മുടെ ഉത്കണ്ഠകൾ, അയ്യോ എന്താകും, നാളെ ഇനി എന്താകും, എൻ്റെ ജോലി അവിടെ കാണുമോ, ഇനി എന്താകും. അപ്പോൾ ഈ സംഭവത്തെയാണ് പിശാച് ആ സമയം നമ്മൾ മിസ്റ്റേക്ക് വരുത്തി നമ്മൾ മറ്റുള്ളവരോട് കുറ്റം പോയി പറയും. അത് സംഭവം ക്ലാഷാകും, കൂടുതൽ പ്രശ്നമാകും. അവിടെ ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ച് ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു കൺട്രോളിലേക്ക് നമ്മൾ വിഡ്രോ ഫ്രം ഓൾ ദിസ്, ഡിസ്കണക്ട് ഫ്രം ഓൾ ദിസ് വേൾഡ്ലി അഫേഴ്സ് ആൻഡ് സിറ്റ് അണ്ടർ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ആൻഡ് ഹി വിൽ ഗൈഡ് യു ഇൻ ടു ഓൾ ദ ട്രൂത്ത്. പരിശുദ്ധാത്മാവാണ് അത്ഭുതം ചെയ്യുന്നത്. വെള്ളത്തെ വീഞ്ഞാക്കിയവൻ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ, ചെങ്കടലിനെ പിളർന്നവൻ, മരിച്ച ലാസറിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവൻ. ഹീ ക്യാൻ ടേൺ അറൗണ്ട് ദ സിറ്റുവേഷൻസ്. ഹീ വിൽ ടേൺ അറൗണ്ട് ദ സിറ്റുവേഷൻസ്. പച്ച വെള്ളത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മേൽത്തര വീഞ്ഞാകണമെങ്കിൽ വർഷങ്ങളെടുക്കും. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഗ്രേപ്പ് ജ്യൂസ് അല്ല ആക്കിയത്, ഒറ്റ സെക്കൻഡ് കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയ വൈനല്ല ആയത്. കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ അത് മേൽത്തരം വീഞ്ഞെന്ന് വെച്ചാൽ ഇറ്റ് ടേക്സ് ടൈം. 10 വർഷം 15 വർഷം കൊണ്ടൊക്കെ നടക്കുന്ന പരിപാടി, when God does it, he will do that miracle. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് യേശയ്യാപ്രവാചകൻ പറയുന്നത്, കർത്താവിനെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. നിങ്ങളെ തന്നെ ഒന്ന് കണ്ടേ, കഴുകന്മാരെ പോലെ. എന്നോട് തന്നെ ഇതൊക്കെ പറയുന്നത്, ഞാൻ ഈ പറയുന്ന വചനം നിങ്ങളോടെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വക അവിടുന്ന് എന്നെ കാണുന്നുണ്ട്. എന്നോട് കൂടി ഇത് പറയുന്നത് കേട്ടോ. നമുക്കെല്ലാം ഞാൻ ഈ പറയുന്ന ഈ ടോക്കൊക്കെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഈശോ ഓരോ വചനം പറയും. അത് ഞാൻ എടുത്തു നോക്കും. അത് കണക്റ്റഡായിട്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ്. ഇത് വീണ്ടും ഞാൻ കേട്ടു നോക്കും, ഇത് എന്നോട് തന്നെ സംസാരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. യു ആർ എ ബ്ലസ്സഡ് പേഴ്സൺ. ഒന്ന് തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ യേശു എന്നെ അനുഗ്രഹിച്ചു. ഐ ആം എ ബ്ലസ്സഡ് പേഴ്സൺ. 1 കൊറിന്തോസ് 2:9 ഇപ്രകാരം എനിക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി, അവിടെ നമ്മുടെ പേര് ചേർക്കാം, ദൈവം അനീഷനായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുവാൻ കഴിയുകയുമില്ല. ഇതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് വെളിപ്പെടുത്തിയിരിക്കും. ഇത് നമ്മൾ വിശ്വസിക്കുക, റിസീവ് ചെയ്യുക. നിങ്ങളുടെ പേര് ചേർത്ത് വേണം അവിടെ അത് പറയാൻ വേണ്ടി. ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്നവ കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല,
മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായിട്ടുള്ളവ ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തന്നെ ഒരു അത്ഭുതമല്ലേ? ഈ ഭൂമി ജനിച്ചത് തന്നെ ഒരു അത്ഭുതമല്ലേ? നിങ്ങൾ എന്നാ വലിയൊരു മിറക്കിളാണെന്നറിയാം. പലപ്പോഴും നമ്മളായിരിക്കുന്ന അത്ഭുതങ്ങളെ മറന്നുകൊണ്ട് നമ്മുടെ ജീവിതം. പത്രോസ് വെള്ളത്തിന് മുകളിലൂടെ നടക്കണം, അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ആള് പക്ഷെ കൊടുങ്കാറ്റും പേമാരിയും കണ്ടു കഴിഞ്ഞപ്പോൾ പേടിച്ചു, വെള്ളത്തിലോട്ട് താന്നുപോയി. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ഒഴിവാക്കി ഈ ലോകത്ത് നടക്കുന്ന പേമാരിയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്ന് കണ്ണുകളെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ദൈവം നടത്തിയ കാര്യങ്ങളൊന്ന് ഓർത്തെടുത്ത് ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ദൈവമേ ഞാൻ നിൽക്കുന്ന ഒരു അത്ഭുതമാണല്ലോ. നമ്മൾ തന്നെ ഒരു അത്ഭുതമാണ്. നമ്മളെ ദൈവം ഒരു അത്ഭുതമാക്കി നിർത്തിയിരിക്കുന്നു. എത്രയോ അവസ്ഥകൾ ദൈവം നമ്മളെ സഹായിച്ചു, ശക്തീകരിച്ചു, പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ആ ദൈവത്തിന് ഇന്ന് കടന്നു പോകുന്ന വിഷയത്തിലും നമുക്ക് ഉത്തരം നൽകുവാൻ, വിടുതൽ നൽകുവാൻ പറ്റൂ. പലപ്പോഴും നമ്മൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ വലിയ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പം നമ്മൾ പിശാച് ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പം ഇത്രയും നാളും ദൈവം ഇടപെട്ട കാര്യങ്ങളെല്ലാം നമ്മളെ അങ്ങ് മറപ്പിച്ച് കളയും. നമ്മൾ ഓർക്കത്തില്ല. പെട്ടെന്ന് ഈ ഒരു കാര്യത്തിനകത്ത് കുടുങ്ങിയിട്ട് ദൈവം ഇടപെടാത്തെ. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് നന്ദി പറയണം. കാരണം ഇതുവരെ നടത്തിയ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു വാക്കിനോട് വായിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇതും കൂടെ കേട്ടിട്ട് നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. സമയം ഒത്തിരി ലേറ്റായി. ഇവിടെ വൈകുന്നേരം 5:45 ആയതേ ഉള്ളൂ. നാട്ടിൽ എനിക്കറിയാം 10:11 തോന്നുന്നു. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കണ്ടോ, അപ്പോസ്തലൻ പറയുവാണ്, ഞങ്ങൾ കടന്നുപോയൊരു ക്ലേശങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് നമ്മൾ അറിയുമ്പോൾ നമുക്കതിനകത്തൊരു വിടുതലുണ്ട്. അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം എന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. ഈ പീഡിപ്പിക്കപ്പെട്ട കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനകത്തൊരു വിടുതലിരിക്കുന്നത്. അടുത്ത വാക്യം, മാത്രമല്ല ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. അതായത് എല്ലാം കൈവിട്ടു, തീർന്നു, ഫുൾ സ്റ്റോപ്പ്. ചിലപ്പോൾ ഇന്ന് കടന്നു പോകുന്ന ആ കാര്യം കാരണം നമ്മുടെ മനസ്സ് പറയും, ഇനിയിപ്പം അവിടെ ഫ്യൂച്ചറൊന്നുമില്ല, അതൊക്കെ തീർന്നു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന സമയത്ത് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന അടുത്ത വാക്യം, എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കണ്ടോ, പൗലോസിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിനകത്ത് ആ അനുഭവം നൽകിയ ആ എക്സ്പീരിയൻസ് എന്നോട് പറയുകയാണ്. കടന്നുപോയ അവസ്ഥ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുക. ഇതാണ് പുതിയ നിയമത്തിന്റെ വിടുതലിന്റെ കീ. നമ്മളിൽ ആശ്രയിക്കരുത്. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. വിടുതൽ നടന്നിരിക്കും. ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാം, ഞങ്ങളെ രക്ഷിച്ചു ദൈവം, തുടർന്നും രക്ഷിച്ചു പാസ്റ്റ് ടെൻസ്, തുടർന്ന് രക്ഷിക്കും, പ്രസന്റ് കണ്ടിന്യൂസ്, രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഞങ്ങളെ രക്ഷിക്കും, ഇനിയും രക്ഷിക്കും, ഫ്യൂച്ചറിലും രക്ഷിക്കും. ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ആളത് അനുഭവിച്ചറിഞ്ഞതാണ്. ഒരൊറ്റ കാര്യമാണ് ഇതിന്റെ സീക്രട്ട്, ഇത്രയേ ഉള്ളൂ. ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ആരാ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം? കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിലാണ് നീ കണക്റ്റഡ് ആയിരിക്കുന്നത്. കൊളോസസ് 1:22. കർത്താവിന്റെ ഭൗതിക ശരീരത്തിൽ നീ അനുരഞ്ജനത്തിലേക്ക് വന്നു. അതായത് ആ ഒരു പിക്ചർ കാണാൻ അപ്പോസ്തലൻ പറയുവാണ്. സിമ്പിളായിട്ട് നിങ്ങളെ കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞതോ നിങ്ങളുടെ നാട്ടുകാർ പറഞ്ഞതോ വീട്ടുകാർ പറഞ്ഞതോ എഴുതപ്പെട്ടതെന്നുള്ള പിക്ചറിന്ന് കണ്ണുകളെടുത്ത്, ചിലർ ആസ്ട്രോളജേഴ്സൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ വിശ്വസിച്ച് അത് സംഭവിക്കുന്നു എന്നിരിക്കുക. അതാണ് നിങ്ങളെക്കുറിച്ച് ലോകം പറയുന്നുണ്ട്, പിശാച്ച് പറയുന്നുണ്ട്, അരൂപികൾ പറയുന്നുണ്ട്, പല സംഭവങ്ങളുണ്ട്, പല ഡൈമെൻഷൻ. പിശാച്ചിന് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവനെക്കുറിച്ച് പദ്ധതിയുണ്ട്, ദൈവത്തിനും പദ്ധതിയുണ്ട്.
ദൈവത്തിൻ്റെ പദ്ധതി ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയിൽ വിശ്വസിച്ച് ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്, ഇനി ഞാൻ എന്നിലല്ല ആശ്രയിക്കുന്നത്, എന്നെ നീതീകരിച്ച് യേശുക്രിസ്തുവിലുള്ള പുതിയ ഐഡന്റിറ്റിയിൽ ഞാൻ നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ ഞാൻ ആശ്രയിക്കുന്നു. ആ ആശ്രയത്തിലൂടെ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാണ്. ഹല്ലേലൂയ. അതാ വചനത്തിൽ പറയുന്നത്, ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. നാളെ ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയാൾ ഒരു അസ്ട്രോളജറിൻ്റെ അടുത്ത് പോയി. ആ അസ്ട്രോളജർ പറയുന്ന പോലെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിത് ഫോളോ ചെയ്യുന്നില്ല, പിന്നെ അങ്ങനെ അത് നടക്കുന്നത്? യു ബിലീവ് ഇൻ ദാറ്റ്. നീ അത് വിശ്വസിച്ചു, നീ നിന്നിൽ ആശ്രയിച്ചു, ലോകാരൂപിയിൽ ആശ്രയിച്ചു, അതിൽ പ്രവർത്തിക്കുന്ന അരൂപികളിൽ ആശ്രയിച്ചു. ഇപ്പം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നോക്കുകയാണ് ഏത് വ്യക്തി അവനിൽ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നു. ബാലിനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവിടെ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു. പക്ഷെ ഒരു വ്യക്തി അതിൽ ആശ്രയിക്കാതെ സ്വർഗത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ആശ്രയിച്ചു, ഏലിയ പ്രവാചകൻ. അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുവാണ്. ഹല്ലേലൂയ. ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചു. ആ സമയത്ത് ആ പവർ അവിടെ വെളിപ്പെടുവാണ്, ഇറങ്ങി വരുവാണ്. ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ദൈവം വഴി നടത്തും. ദൈവം വഴി നടത്തിയ കാര്യമാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണ് നീ ഞാനും. ഹൗ ഇമ്പോർട്ടൻറ്റ് യു ആർ ഫോർ ഗോഡ്, ഹൗ വാല്യുബിൾ യു ആർ ഫോർ ഗോഡ്. എത്രമാത്രം ദൈവത്തിന് നീ പ്രിയപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുവാണ് നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ പരിപൂർണമായി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ നിശ്ചയമായും വെളിപ്പെട്ടിരിക്കും. അത് നമ്മൾ അനുഭവിക്കും. ദൈവം ഒരുക്കിയതിൻ്റെ ആ ഒരു വ്യാപ്തി വലുതാണ്. നമ്മൾ ഒരുക്കുന്ന പോലെയല്ല, ദൈവത്തിൻ്റെ വ്യാപ്തി വലുതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തിയും വലുതാണ്. തലമുറകളോളം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ തലമുറകൾക്ക് വേണ്ടത് കൂടി ദൈവം നമ്മുടെ കരങ്ങളിൽ നൽകും. അത്രമാത്രം അനുഗ്രഹിക്കുന്നവരാണ്. അനുഗ്രഹിച്ച് നിന്നെ ഉയർത്തുന്നവനാണ്, വളർത്തുന്നവനാണ്. ഈ ഭൂമിയിലുള്ള സകല വംശങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടത് നിന്റെ മടിത്തട്ടിൽ നൽകുന്നവരാണ് ഇത്. നിന്നിലൂടെ ഭൂമുഖത്തെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ ആ പവറിനകത്ത്, ആ വചനത്തിനകത്ത് നമ്മളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്ന കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് നമ്മളിൽ ആശ്രയിക്കാതെ മരിച്ചതിനെ ജീവിപ്പിക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടുത്തെ രക്ഷ നമ്മൾ അനുഭവിക്കും. ഇന്ന് ആ രക്ഷിക്കുന്ന പവർ ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നതിനെ നന്ദി പറയും. ഏലിയ മുട്ടുമടക്കിയപ്പോൾ ഇറങ്ങിയൊരു പവറുണ്ട്. മോശ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയപ്പോൾ അവരെ നയിച്ച, മോശേനെയും ജനത്തെ നയിച്ചൊരു പവറുണ്ട്. കർത്താവെ, ദാവീദ് എല്ലാവരും ഒറ്റപ്പെട്ട സമയത്ത് ദാവീദിന്റെ കൂടെ വന്ന് നിന്ന് മുൻപോട്ട് പോകാൻ ശക്തിപ്പെടുത്തിയൊരു പവറുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അറിയുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു. ആ പവർ, വചനം മാംസമായി ഞങ്ങളുടെ ഇടയിലോട്ട് കടന്നു വന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ ഞങ്ങളെ നീതീകരിച്ച്, ഞങ്ങളെ രക്ഷിച്ച്, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ ഞങ്ങളുടെ ഈശോയുടെ പൂർണ്ണതയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ഒരു യോഗ്യത കൊണ്ടുപോകാനല്ലോ. നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ സഹോദരങ്ങളെ? നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണ്? ഒരു യോഗ്യത കൊണ്ടുമല്ല. ഈശോയുടെ കരുണയൊന്നുകൊണ്ട് മാത്രം. എന്നാൽ കരുണയ്ക്കായിട്ട് നന്ദി പറഞ്ഞ് യേശുവേ നന്ദി എന്ന് പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ നന്ദി. അവിടുത്തെ കരുണയ്ക്കായിട്ട് നന്ദി, ആ കൃപയ്ക്കായിട്ട് നന്ദി. ഈശോ പറയുവാണ്, നിനക്കെൻ്റെ കൃപ മതി. ചിലപ്പോൾ ബലഹീനതകൾ കാണും ജീവിതത്തിൽ, അല്ലേ? കുറവുകൾ കാണും, വീണു പോകുന്നുണ്ടായിരിക്കും. എന്നാൽ ഈശോ പറയുവാണ്, നിനക്ക് എൻ്റെ കൃപ മതി. കുഞ്ഞുങ്ങളെ ഈശോ വീണ്ടും വിളിക്കുന്നത് നമ്മൾ ആദ്യം കേട്ട വാക്യം, തോപത്തിലെ വാക്യം, കുഞ്ഞുങ്ങളെ ധൈര്യമായിരിക്കുവിൻ, വിഷമിക്കേണ്ട, നിനക്കെൻ്റെ കൃപ മതി. ഈശോ അതിങ്ങനെ അടുത്ത് വന്ന് അനേകരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി പറയുന്നൊരു പിക്ചർ കർത്താവിനെ കാണിക്കുന്നു. കർത്താവ് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ആൾക്കാർ ഈശോയ്ക്കോട് ദേഷ്യമാണ്. ഈശോയ്ക്ക് ഒരു ദേഷ്യമില്ല. ഹി ലവ്സ് യു. ഹി വാണ്ട്സ് ടു സീ ദ വെരി ബെസ്റ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഈശോ ആഗ്രഹിക്കും. നമ്മളൊരു പൂ ചോദിക്കുമ്പോൾ വലിയൊരു പൂന്തോട്ടം നൽകുന്നവനാണ് കർത്താവ്. ഹീസ് എ ഗോഡ് ഹു സാറ്റിസ്ഫൈസ്. കർത്താവിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്ന ആൾക്കാർ 5 അപ്പം ഇച്ചിരി മുറിച്ചു കൊടുക്കുമായിരുന്നു? അല്ല, 10,000 അനുഗ്രഹിക്കപ്പെട്ടു, നിറച്ചു. ശൂന്യതകളെ നിറവുകളാക്കുന്നവനെ നമ്മുടെ ദൈവം.
ആ ശക്തി ഇന്ന് നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഈശോ പറയുക, മകനെ മകളെ ധൈര്യമായിരിക്കുക. കർത്താവ് ഇങ്ങനെ അടുത്ത് വന്ന് നിന്ന് ഓരോരുത്തരെ ശക്തിപ്പെടുത്തുവാണ്. ആണിപ്പെടുത്തുള്ള കരം വെച്ച് അനുഗ്രഹിക്കുകയാണ്. ചില വ്യക്തികളുടെ ഹൃദയവാതുക്കൾ വന്നിങ്ങനെ കൊട്ടുന്നു. ചില മനുഷ്യരിങ്ങനെ ഈ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ ഇതെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ അത് ഉള്ളിലോട്ട് കയറുന്നില്ല. അവരോട് ഈശോ ഇങ്ങനെ പറയുന്നു, ഞാൻ വന്ന് നിങ്ങളുടെ ഹൃദയവാതുക്കൽ വന്ന് മുട്ടുക, ആ വാതിലൊന്ന് തുറന്നു തന്നാൽ ഐ വിൽ കം ടു യുവർ ലൈഫ് ആൻഡ് വിൽ ബ്ലസ് യു. ഈശോയ്ക്ക് ഹൃദയത്തിൻ്റെ വാതിൽ, ജീവിതത്തിൻ്റെ വാതിലും തുറന്നു കൊടുത്തേ. ഓപ്പൺ 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 യുവർ ലൈഫ് ഫോർ ഹിം. കർത്താവിന് വേണ്ടി ആ വാതിൽ തുറന്നു കൊടുത്താൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരും, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമ്മളെ ബ്ലസ് ചെയ്യും. ഇന്നേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെ സമർപ്പിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാമേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും, ഇന്ന് കേട്ട ഇന്ന് വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ മക്കളോടൊപ്പം ഇത് പിന്നീട് കേൾക്കുവാൻ പോകുന്നവരുടെ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കുമാറാണ്, എപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും. ആമേൻ. സാധിക്കുമെങ്കിൽ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് വചനം എഴുതിയെടുത്തിട്ടുള്ളവർ അതൊക്കെ വെച്ച് കുറേ നേരം ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കണം. 5 മിനിറ്റെങ്കിലും ഈശോയോട് കൂടെ ഒന്ന് സംസാരിക്കണം. ഗോഡ് ലവ്സ് ദാറ്റ്. കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ കർത്താവിനോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ. സഞ്ജു സതീശൻ്റെ ഇതിലുള്ള കമൻ്റാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. യേശുവെ നന്ദി. സഞ്ജുവിനെ ഈശോ തൊടുന്നു. വേറെ ആരാ? ലൂസി. ഒത്തിരി പ്രയർ റിക്വസ്റ്റുകളുണ്ട്. എല്ലാ പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും സമാധാനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും കൂടെ ഉണ്ടായിരിക്കും. മാറാകട്ടെ. ആമേൻ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് ആയിട്ടിടാം. കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാൻ എല്ലാവർക്കും താല്പര്യമില്ല, അതുകൊണ്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് ആയിട്ടിടാം. കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഒരുപാട് പേര് ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട്. ഗ്രൂപ്പിലുള്ളവരൊക്കെ കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഉപവാസം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈശോയോടൊപ്പം നമ്മളായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ വചനത്തിൻ്റെ റെവലേഷൻസൊക്കെ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്കത് പങ്കുവെച്ച് നൽകും. സാധിക്കുന്നവരൊക്കെ ഉപവസിക്കുക. അത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, കർത്താവ് എല്ലാം നമുക്ക് വേണ്ടി ക്രൂശി ചെയ്ത് കഴിഞ്ഞു. ഇനി കർത്താവിനോടൊപ്പം സമയം ചെലവിടുക. കർത്താവിനോട് പറയുക, കർത്താവേ ഈ ഭക്ഷണത്തെക്കാളും സകലത്തിനേക്കാളും എനിക്ക് നീയാ വലുത്. അങ്ങനെ എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ നൽകിയതല്ല. അപ്പം അങ്ങനെ ദൈവത്തോടൊപ്പം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ പറ്റും. കൂടുതൽ നമുക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, അതൊക്കെ പഴയ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഈശോയിലായ ഒരു പുതിയ മനുഷ്യന് ഈശോയിലൂടെ എനിക്കെല്ലാം കിട്ടി, ദൈവമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പ്രവേശിക്കുവാണ്. പിന്നെ നമ്മൾ ഒരു വേറെ ലോകത്താണ്. അപ്പം അത് എൻജോയ് ചെയ്യാനാണ് ഈ ഉപവാസവും കാര്യങ്ങളൊക്കെ പുതിയ നിയമത്തിലുള്ളത്. അപ്പം അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരും ശക്തിപ്പെടുത്താറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. Okay, God bless you. Have a blessed evening and night.